സ്തോത്രം. ദൈവത്തിന്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹപ്പെട്ട ഒരു നല്ല പകലിനെ സ്വർഗത്തിലെ ദൈവം നമുക്ക് ദാനമായി തന്ന ഈ വലിയ നിമിഷത്തെ ഓർത്ത് നന്ദിയോട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ശബ്ദത്തെ കേൾക്കുവാനും അത് രുചിച്ചറിയുവാനും ഒരു പുത്തൻ അനുഭവത്തിലേക്ക് മാറുവാനും ഇന്ന് പകല് ദൈവം നമ്മളെ ഓരോരുത്തരെ സഹായിക്കട്ടെ. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഒരു ദൈവപൈതലിന്റെ ഉള്ളത്തിനകത്ത് എപ്പോഴും ഉള്ള പ്രാർത്ഥന എന്ന് പറയുന്നത് ആത്മീയ വർധനവിന് വേണ്ടിയായിരിക്കും. സ്തോത്രം. ആത്മീയ വർധനവ് നമ്മൾ പ്രാപിക്കുന്നുവെങ്കിൽ ബാക്കിയുള്ള വിഷയത്തിനകത്തല്ല ആര് മറുപടി തരും? ബാക്കിയുള്ള വിഷയമൊന്നും ദൈവത്തോട് നമ്മൾ ചോദിക്കേണ്ടെന്ന കർത്താവ് പറയുന്നത്. വചനത്തിനകത്ത് പറയുന്നത് നമ്മൾ ബാക്കിയുള്ള വിഷയങ്ങളൊന്നും ചോദിക്കണ്ട. ആത്മീയ വർധനവ് നമുക്ക് ഉണ്ടാവുമ്പോൾ ബാക്കിയുള്ളതെല്ലാം ആർക്ക് തരാൻ അറിയാം? ദൈവത്തിന് തരാൻ അറിയാം. കർത്താവ് എന്ത് ചെയ്യും? അതാത് സമയത്ത് നമുക്കായി അതെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. അതെല്ലാം ദൈവം നമുക്കായി തരും. ഈ മെയ് മാസം ആദ്യത്തെ ആഴ്ചയാണ്. 2024 തുടങ്ങിയപ്പോഴേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായി പറഞ്ഞു, ഈ മെയ് മാസം സഭയ്ക്കകത്ത് ദൈവത്തിന്റെ ചില പ്രവർത്തികൾ നടക്കും. സ്തോത്രം. ഞാൻ ഒന്ന് പറയാം. സ്തോത്രം. ഈ സഭ ഉണ്ടാവുന്ന മുമ്പേ ഒരുപാട് കണ്ണുനീരൊഴുക്കിയിട്ടാണ് കൊട്ടാരക്കര പട്ടണത്തിനകത്ത് ആദ്യം നമുക്കൊരു റൂം ലഭിക്കുന്നത്. ആ റൂമിനകത്ത് മാക്സിമം പോയ 10-15 പേർക്ക് ഇരിക്കാൻ പറ്റുന്നു, ഞെരുങ്ങിയിരിക്കാൻ. ആ റൂമിനകത്ത് 10-30 പേരിരുന്ന് ആരാധിച്ചു. 10-30 പേര് ആത്മാർത്ഥതയോട് തീരും ആരാധിച്ചു. എന്ന് പറഞ്ഞാൽ ഒരാളുടെ കാലിന്റെ പുറത്തായിരിക്കും മറ്റൊരാൾ കാല് വെച്ചിരിക്കും. ആ രീതിയിൽ നമ്മൾ ആ ഞെരുക്കത്തിനകത്ത് പ്രാർത്ഥിച്ചു. ഞെരുക്കത്തിനകത്ത് പ്രാർത്ഥിച്ചപ്പോൾ നമ്മൾ ദൈവത്തോട് പറഞ്ഞു, കർത്താവ് വിശാലമായ ഒരു സ്ഥലം ദൈവം തരണേ എന്നോ. ഈ പട്ടണത്തിനകത്ത് അതേ ബിൽഡിങ്ങിനകത്ത് തന്നെ ദൈവം ചെയ്തു വലിയൊരു വിശാലത. ഇന്ന് അകന്നല്ല ഇരിക്കുന്നത്. സ്തോത്രം. അത് ആ രീതിയിൽ എന്ത് ചെയ്തു? വിശാലത ഒരുക്കുന്നത്. പ്രൈസോ. അന്ന് എനിക്കൊന്ന് 2 ഫാനേ ഉള്ളായിരുന്നു. ഇന്ന് ഇതിനകത്ത് മൊത്തം ഫാന. എന്നിട്ട് പോലും ചൂട് മാറുന്നില്ല. പ്രൈസോ. നമ്മൾ അന്ന് വേദനപ്പെട്ട് ജനല് പോലും തുറക്കാൻ പറ്റത്തില്ല. കഥവെല്ലാം അടച്ചിട്ടായിരുന്നു അന്ന് ആരാധിച്ചുകൊണ്ടിരുന്നത്. ഇങ്ങനെ കഥ തുറന്നിടാൻ പറ്റത്തില്ല. ആ അടച്ചിട്ട 2 പേർ കൂടെ അതിന്റെ ബാക്കിൽ ഇരിക്കാൻ പറ്റും. സ്തോത്രം. ആ രീതിയിൽ നമ്മൾ വിശ്വസ്തത കാണിച്ചപ്പോൾ കർത്താവ് നമുക്ക് എന്ത് ചെയ്തു? വിശാലമായ ഒരു ചർച്ച് ഹോൾ കർത്താവ് നമുക്ക് തന്നു. നമ്മൾ എന്ത് ചെയ്ത് ആരാധിച്ചു. ഞാൻ ഇനി ഉറപ്പായിട്ട് പറയാൻ ദൈവമക്കൾ, ഈ 2024 തീരുന്ന മുമ്പേ നമ്മളൊരു AC ഹോൾ നിരത്തി. ഞാൻ പ്രാർത്ഥിക്കുന്ന വേറെ ഒന്നുമല്ല, ഒരു 150 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു AC ഹോൾ. സ്തോത്രം. അതിനകത്തുള്ള ആളിനെയുമേ ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. അതിനപ്പുറം ഒന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റണം, ഇല്ലയോ? സ്തോത്രം. നമ്മൾ കുടുംബ പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥിക്കുമ്പോൾ സ്തോത്രം ഇത്രയും പേർക്ക് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. സ്തോത്രം. കുറച്ച് സമയമെടുത്ത് പ്രാർത്ഥിക്കാൻ പറ്റും. ഇതിനെല്ലാം കൂടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യത്തില്ല? പ്രാർത്ഥിക്കത്തില്ല. അതേപോലെ തന്നെ ഇന്ന് പകല് ഞാൻ ഒരു കാര്യം പറയാം. സ്തോത്രം. ആദ്യം നമ്മൾ നടന്നു വരുമ്പോൾ നമ്മൾ ഓർക്കും, സ്തോത്രം, ബസ്സിൽ പോകാനുള്ള വരുമാനം കിട്ടിയായിരുന്നു കൊള്ളാമോ. ബസ്സിൽ പോകാനുള്ള വരുമാനം എല്ലാം കിട്ടി നമ്മൾ ബസ്സിനകത്തെല്ലാം കൊണ്ട് ജാരിയെല്ലാം ഇരുന്ന് പോകുമ്പോൾ നമ്മൾ ഉടനെ എടുത്ത വായി പറയും, എന്ത് പറയും? നമുക്കൊരു സ്കൂട്ടർ കിട്ടിയായിരുന്നു കൊള്ളായിരുന്നു. സ്കൂട്ടർ തന്നു കഴിയുമ്പോൾ നമ്മൾ എന്ത് പറയും? കാറ് കിട്ടിയാൽ കൊള്ളാം. കാറ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങ് മുടക്കും. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മളെ സ്വഭാവം. നമ്മൾ എപ്പോഴും പരാതിക്കാരാണ്. നമ്മൾ എപ്പോഴും ദൈവമക്കളായ നമ്മൾ എന്തുവാ? പരാതിക്കാരാ. നമ്മൾ ഒന്നിലും എന്ത് ചെയ്യുന്നില്ല? തൃപ്തിപ്പെടുന്നില്ല. ഈ തൃപ്തിപ്പെടാത്തതിന്റെ കാര്യം എന്താണ്? തൃപ്തിപ്പെടാത്തതിന്റെ കാര്യം എന്താ? ഞാൻ ഉൾപ്പെടെ പറയുന്നത്, സ്തോത്രം, ഒരാളെയല്ല പറയുന്നത്, നമ്മളെല്ലാ കുടുംബത്തെയും ഒന്നിച്ചാ പറയുന്നേ. നമ്മൾ തൃപ്തിപ്പെടാത്തതിന്റെ കാര്യം എന്താ? ചിന്തിക്കണം. നമ്മള് ചിന്തിക്കുമ്പോഴാണ് നമ്മൾക്ക് നമ്മളെ മനസ്സിലാക്കാൻ പറ്റുന്നത്. സ്തോത്രം. നമ്മള് ആരെയും സ്തോത്രം കുറ്റം പറയുകയോ അല്ലെങ്കിൽ ആരെയും കുറ്റം വിധിക്കുകയോ അല്ല ചെയ്യുന്നത്. നമ്മൾ നമ്മളെ കുറവിനെ മനസ്സിലാക്കണം. നമ്മളെ കുറവിനെ മനസ്സിലാക്കിയാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ആ കുറവിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? പുറത്തു വരാൻ പറ്റും. നമ്മൾ പുറുപുറുക്കുന്നതിന്റെ കാര്യം എന്താ? ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഉൽപ്പത്തി പുസ്തകം ഒന്നുകൂടെ വായിച്ചു. ഞാൻ ഒരുപാട് വട്ടം വായിച്ച ഭാഗമാണ്, എങ്കിലും ഞാൻ ഒന്നുകൂടെ വായിച്ചു. ദൈവം
ഔവയുടെ അടുത്തേക്ക് പിശാച് പാമ്പിന്റെ രൂപത്തിൽ വന്നപ്പോൾ പിശാച് വന്ന് ഔവയോട് സംസാരിക്കാൻ ഇടയായത് അവൾ ഫ്രീ ആയിട്ടിരുന്നപ്പോഴാണ്. അവൾ തിരക്കിയിരുന്നപ്പോഴല്ല, അവൾ ഭർത്താവിൽ നിന്നും മാറി അവൾ ഒറ്റയ്ക്ക് ഇരുന്നപ്പോഴാണ്. ഭർത്താവ് എടുത്തോണ്ടായിരുന്നെങ്കിലും അവൾ എന്ത് ചെയ്യത്തില്ല? ചതിക്കപ്പെടത്തില്ല. അവൾ എന്ത് ചെയ്തു? ഫ്രീ ആയിട്ടിരുന്നപ്പോഴാ വിഷം കുത്തിവെക്കാൻ ആര് വന്നേ? പിശാച് വന്നു. അപ്പോഴവൾ ചിന്തിക്കാൻ തുടങ്ങി. എന്ത് പറഞ്ഞു? സ്തോത്രം. പിശാച് ആദ്യം എന്ന് പറഞ്ഞ എങ്ങനെയല്ല, നിങ്ങൾ ഈ ഏദൻ തോട്ടത്തിനകത്ത് ഒരു വൃക്ഷഫലം തിന്നല്ലേ എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടോ? അങ്ങനല്ല പിശാച് ചോദിച്ചു. പിശാച് വന്ന് എങ്ങനെയാണെന്ന് ചോദിച്ചത്. എനിക്ക് ആ വാക്ക് കഴിഞ്ഞ ദിവസം വായിച്ചപ്പോഴാണ് ആ ഒറ്റ പോയിന്റ് എനിക്ക് ഒന്നുകൂടെ ഒന്ന് ചിന്തിക്കാൻ പറ്റി. ഈ ഏദൻ തോട്ടത്തിൽ നട്ടിരിക്കുന്ന എല്ലാം നിങ്ങൾക്ക് ഭക്ഷിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞാൽ നമ്മളെ ഉള്ളിൽ പരാതി ഉണ്ടോ എന്ന് ആര് നോക്കുക? പിശാച് നോക്കുക. ചിന്തിച്ചോണം. ഇതിനകത്ത് ഒരു മരത്തിൽ അത് കഴിക്കല്ലെന്നല്ല പിശാച് ചോദിച്ചത്. പിശാച് ചോദിച്ചു, ഈ ഏദൻ തോട്ടത്തിലെ എല്ലാ മരവും നിങ്ങൾക്ക് ഭക്ഷിക്കാൻ പറ്റും. ആ ഒരു വാക്കിന് പ്രാധാന്യമുണ്ട്. ഞാനത് പലപ്പോഴും വായിച്ചിട്ട് ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ചപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. സ്തോത്രം. ഒറിജിനൽ മലയാളത്തിനകത്ത് അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ബൈബിളിനകത്ത് പറയുന്നുണ്ട്. എല്ലാ വൃക്ഷത്തിന്റെ ഫലവും അല്ലെങ്കിൽ എല്ലാ ഫലവും തിന്നാൻ കഴിയും. അപ്പോഴും അകത്തൊരെണ്ണം കിടപ്പുണ്ടെങ്കിൽ പുറത്തു വന്നു അവ എടുത്ത വയറുണ്ട്. ഇല്ല, ഒരു വൃക്ഷത്തിന്റെ ഫലം തൊടാനോ കാണാനോ അതിന്റെ അടുത്ത് പോവാനോ പാടില്ല. അത് കാണാൻ ഭംഗിയുള്ളതാണ്, അത് തിന്നാൻ പാടില്ല. നന്മ തിന്മകളെ കുറിച്ച് അറിവിന്റെ വൃക്ഷമാണ്. പിശാച് അതിനകത്ത് കയറി. ഇതേപോലെ ദൈവമക്കളെ നമുക്കെല്ലാം തന്നു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും പരാതി, എന്തെങ്കിലും എല്ലാം അപ്പോഴെടുത്തി വരും. നമ്മൾ ഓർക്കും, അയ്യോ ഞാൻ ഇത് മതിയായിരുന്നു, ഇത് കിട്ടിയാൽ മതി. അതെങ്ങോട്ട് കർത്താവ് തരുമ്പോ അടുത്തത് നമ്മൾ ഒന്നിനകത്തൊന്നുമല്ല തൃപ്തരല്ല. ഇതിന്റെ കാര്യം നമ്മൾ ഒന്നിനകത്ത് തൃപ്തരാവാത്തതിന്റെ കാര്യം ഞാൻ ശക്തമായിട്ട് പറയാം. ഈ കാലഘട്ടത്തിൽ നമുക്ക് വേണ്ട ഒരു കാര്യമാണ്, ഒന്ന് ദൈവമായിട്ട് എത്രയും അടുക്കേണ്ട രീതിയിൽ അടുത്തോണം. ആത്മീയമായിട്ട് ഭൗതിക കാര്യങ്ങൾ അവിടെ സംസാരിക്കണ്ട. ഭൗതിക കാര്യങ്ങൾ ആര് തന്നോളൂ? ദൈവം തന്നോളൂ. ആത്മീയമായിട്ട് നമ്മൾ ദൈവത്തോട് അടുത്താൽ മതി. പ്രൈസ് ദി ലോർഡ്. നമ്മൾ എപ്പോഴും ലോകമായിട്ടാണ് പലപ്പോഴും നമ്മളെ കാര്യം കൂട്ടിച്ചേർത്ത് വെച്ചേക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എപ്പോഴും നമുക്ക് തൃപ്തി വരാത്തത്. ഒന്ന് കഴിയുമ്പോൾ അടുത്ത വിഷയം കഴിയുമ്പോൾ അടുത്ത വിഷയം, അതങ്ങോട്ട് കിട്ടി കഴിയുമ്പോൾ അടുത്ത വിഷയം. ഇത് കൊണ്ടുവരുന്നത് എന്തുകൊണ്ടാണ്? ലോകമായിട്ട് കിടക്കുന്നത്. പക്ഷെ ആത്മീയമായിട്ട് ബന്ധപ്പെട്ട് കർത്താവിനോട് കൂടുതൽ അടുത്ത് ബൈബിൾ വായിച്ചും പ്രാർത്ഥിച്ചും ആരാധിച്ചും ദൈവത്തെ സ്തുതിച്ചും പോയി കഴിഞ്ഞാൽ ഈ ചിന്തകളൊന്നും ആരുടെ അടുത്ത് വരത്തില്ല, നമ്മുടെ അടുത്ത് വരത്തില്ല. സ്തോത്രം. മംഗളമണിയായിട്ട് സാക്ഷ്യം പറഞ്ഞില്ലയോ? സ്തോത്രം. കിച്ചണിക്കുമ്പോൾ ഭയപ്പെടേണ്ട. ഞാൻ ഇത് കാര്യം എന്തുവാ? ഇത് വരാനുള്ള കാര്യം എന്തുവാ? ബൈബിളുമായിട്ടുള്ള ബന്ധം നമ്മൾ കൂടുമ്പോ, പ്രാർത്ഥനയായിട്ടുള്ള ബന്ധം കൂടുമ്പോ നമ്മളോട് എന്ത് ചെയ്യും? ഇങ്ങനെ സംസാരിച്ചു. അപ്പോഴും നമ്മൾ ഭയപ്പെടൂ. അപ്പോഴും നമ്മൾ എന്ത് ചെയ്യും? ഭയപ്പെടത്തില്ല. കാര്യം എന്തുവാ? നമുക്ക് ഉറപ്പുണ്ട്. നമുക്ക് എന്തുണ്ട്? ഉറപ്പുണ്ട്. നമ്മളെ വിഷയത്തിനകത്ത് ഒരു മറുപടി ഉണ്ട്. ആരൊക്കെ എന്നെ ഉപേക്ഷിച്ചാലും, ആരൊക്കെ എന്നെ തള്ളിപ്പറഞ്ഞാലും, ആരൊക്കെ എന്നെ വെറുത്താലും, ആരൊക്കെ എന്നെ കൈവിട്ടാലും, ആരൊക്കെ എന്നെ മുൻവിധിച്ചാലും എന്റെ യേശു എന്നെ കൈവിടത്തില്ല. ഇത് പ്രാർത്ഥിച്ചും ബൈബിളും വായിച്ചു കഴിയുമ്പോഴാ ആർക്ക് ധൈര്യം വരുന്നേ? നമുക്ക് ധൈര്യം വരുന്നു. വചനം കേൾക്കുമ്പോൾ എല്ലാം ആ ധൈര്യം വരുന്നത്. ഇതങ്ങോട്ട് ബലപ്പെടാൻ തോന്നും. അതുകൊണ്ട് വചനം കേൾക്കുമ്പോൾ വചനം നമ്മളെ ഉള്ളത്തിലേക്ക് കത്തണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ അത്രയ്ക്ക് ദൈവത്തോട് അടുത്തിരിക്കണം, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അപ്പോഴും ഭൗതികമായുള്ള ഓരോ കാര്യം, നമ്മളെ കുറിച്ചുള്ള ഭൗതികമാണോ, നമ്മളെ തലമുറയെ കുറിച്ചുള്ള ഭൗതികമാണോ, ലോക അമിസ്തോത്ര ഭവനത്തിൽ കുറിച്ചുള്ള ഭൗതികമാണോ, ഇതെല്ലാം കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ആര് തരും? കർത്താവ് തരും. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഒരു കാര്യോട് ഞാൻ പറഞ്ഞിട്ട് വചനത്തിൽ വരാം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മളോട് കിഴക്കോട്ടാ പോകാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിഴക്കോട്ടേ പോവാം.
അത് ലാഭമായാലും നഷ്ടമൊന്നോ നോക്കാതെ ആര് പറഞ്ഞതാ? എന്റെ കർത്താവ് പറഞ്ഞത്. ഞാൻ കിഴക്കോട്ട് പോവാം. എന്റെ കർത്താവ് എന്നോട് പറഞ്ഞു, വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. എന്റെ ബന്ധുക്കളും സ്വന്തക്കാരും പലരും എന്നോട് വിളിച്ചു വന്നു, നീ പൊട്ടനാ, നീ പൊട്ടനാ. അതേടാ, ഞാൻ പൊട്ടനാ. നമ്മളെ ഉള്ളത്തിൽ പറഞ്ഞോണം. അവരോട് സംസാരിക്കുമ്പോഴാ എന്തുകൊണ്ടാണ് വാക്കുകൾക്കും ഉണ്ടാവുന്നത്. ഒന്നും സംസാരിക്കണ്ട. നീ കേൾക്കണല്ല മണ്ടത്തരോ ഉള്ളിൽ തന്നെ അങ്ങ് ചിന്തിച്ചോണ്ട് ഞാൻ മണ്ടത്തരമാ, ഞാൻ പൊട്ടനാ. ആർക്ക് വേണ്ടി? എന്റെ ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ വെയിറ്റ് ചെയ്യുക. മണ്ടന. നോഹ പെട്ടകം പണിയുമ്പോഴേ മഴ കണ്ടിട്ടില്ല ദൈവജനം. ആ ദേശം, ആ രാജ്യം, അവിടെയുള്ള ഒറ്റ വ്യക്തി മഴ കണ്ടിട്ടില്ല. അവര് കണ്ടിട്ടുള്ളത് മഞ്ഞ് വന്ന് സസ്യങ്ങൾ മേൽ വരും, ആ മഞ്ഞ് വെളിപ്പെടും. മഞ്ഞിലാണ് എന്ത് ചെയ്യുന്നത്? സസ്യങ്ങൾ മുളയ്ക്കുന്നത്, വളർന്നു വരുന്നത്. വെള്ളത്തിന് പകരം മഞ്ഞാ വരുന്നത്. അവരതേ കണ്ടിട്ടുള്ളൂ. അല്ലെങ്കിൽ നോഹ പറയുവോ, മഞ്ഞ് ഒരുപാട് കൂടാൻ പോവുക, മഴ പോലെ വരാൻ പോവുക. അവര് വിശ്വസിച്ച അതല്ല വരാൻ പോകുന്നത്. മഴ വരാൻ പോകും. നോഹ പോലും കണ്ടിട്ടില്ല മഴ. നോഹയ്ക്ക് അറിയത്തില്ല മഴ എന്തു വന്നു. പക്ഷെ ദൈവം പറഞ്ഞു മഴ വരാൻ പോവുക. നീ പെട്ടകം ഉണ്ടായിരിക്കും. നോഹ എന്ത് ചെയ്തു? മറുത്തു പറഞ്ഞു. നോഹയ്ക്ക് പെട്ടകത്തിന്റെ വലിപ്പം മുതൽ പറഞ്ഞു, വീതി പറഞ്ഞു, നീളം പറഞ്ഞു. അവൻ കിളിവാതിലുകൾ വെക്കണം, 3 തട്ട് പണിയണം, വാതിൽ ഒന്നേ ഉണ്ടാവാവൂ. ഇതെല്ലാം പറഞ്ഞു കൊടുത്തു. അതനുസരിച്ച് ആര് പണിയുവോ? നോഹ പണിയുവോ? ഒരു ദിവസം കൊണ്ട് പെട്ടകം തീരുവോ? ദിവസങ്ങൾ, മാസങ്ങൾ എടുക്കുവോ? പെട്ടകം പണിതുകൊണ്ടിരിക്കുക. പോകുന്നവരും വരുന്നവരും പെട്ടകം പണിയാൻ വന്ന് സഹായിച്ച ആശാരിമാരുൾപ്പെടെ ആരെ പരിഹസിച്ചുകൊണ്ടിരിക്കുക? പൊട്ടനാന്നുള്ളത്. നീ പണിതുകൊണ്ടിരിക്കുമ്പോ തന്നെ ചിലവന്മാരെന്ത് പറയുന്നേ? നമ്മളെ വീട്ടിലെല്ലാം പണിക്ക് വിളിച്ചിട്ട് ചിലവര് പണിതുകൊണ്ടിരിക്കുമ്പോ നമ്മളെ ചീത്ത വിളിക്കാറുണ്ട്. നമ്മളെ ചീത്ത വിളിക്കാറുണ്ട്. ചില ഫാഷൻ പണിയുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടത്തില്ല, അവർ ചീത്ത വിളിച്ചോണ്ടിരിക്കും. അത് അവന്റെ ഇഷ്ടമാ, അവന്റെ പൈസയാ. ഞാനങ്ങ് പണിതാ മതി, പണിതാ മതി, ഇല്ലയോ? ഇങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കും. സ്തോത്രം. അതേപോലെ തന്നെ നോഹയ്ക്ക് ഓരോന്ന് നോഹയുടെ പെട്ടകത്തിനകത്ത് വന്നുകൊണ്ടിരിക്കുമ്പോഴും കൂലി മേടിക്കുമ്പോഴെല്ലാം അവരപ്പുറത്തോട്ട് പറഞ്ഞ് ആ പൊട്ടന് വേണ്ടി പോയിട്ട് വന്നത്. ഇന്ന് പൊട്ടന്റെ വീട്ടിലായിരുന്നു പണി. നോഹ തളർന്നു പോയോ? നോഹ കാര്യം എന്തുവാ? തളർന്നു പോകാത്ത കാര്യം എന്തുവാ? തളർന്നു പോകുന്നവനെ എഴുന്നേൽപ്പിക്കുന്ന ദൂത് കേട്ടിട്ടാ നോഹ പണിയുന്നത്. ആരാ? തളർന്നു പോകുന്നവനെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്ന ദൈവം തമ്പുരാന്റെ ദൂത്, ദൈവത്തിന്റെ ശബ്ദം കേട്ടിട്ടാ ആര് വെയിറ്റ് ചെയ്യുന്നത്? നോഹ വെയിറ്റ് ചെയ്യുന്നത്. എങ്കിലൊരു സന്തോഷം വരുന്ന ദിവസമുണ്ട്. ഞാൻ സന്തോഷിക്കുമ്പോ എനിക്കെതിരെ നിന്ദിച്ചവരും പരിഹസിച്ചവരും ദുഃഖിക്കേണ്ടവരും അവരുടെ മധ്യേ ഞാൻ സന്തോഷിക്കും. ഒന്നും വേണ്ട. ഏറ്റവും കൂടുതൽ എനിക്ക് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ന്യൂസും വാർത്തകളെല്ലാം കേട്ടപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷം തോന്നുന്നു. കോവിഡ് എടുക്കാൻ പഞ്ചായത്ത് മെമ്പർ വരുന്നു, MLA വരുന്നു, ആരോഗ്യ വകുപ്പിന്ന് വരുന്നു. ഇന്ന് ഒരുത്തനും ഇല്ല, എല്ലാവരും കൈമലത്തി. എടുത്തവനെല്ലാം മണ്ടനായി. അന്ന് എടുക്കാത്തവര് മണ്ടന്മാരായിരുന്നു അവർ പിന്നിൽ. ഇന്ന് എടുക്കാത്തവരാ ഭാഗ്യവാന്മാർ. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഇന്ന് എടുക്കാത്തവർക്ക് ഉറപ്പായിട്ട് പറയാം, ഇത് രക്തം കട്ടയാവത്തില്ല. ഇത് ഉണ്ടാക്കിയ കമ്പനിയാ പറഞ്ഞേക്കുന്നത്. അവർ പൂർണ്ണമായി കോടതിക്ക് അവര് സറണ്ടറായി. ഇത് മൊത്തം രക്തം കട്ടയാവുന്ന മരുന്നായത്. ഇത് ഭാവിയിൽ ദോഷം ചെയ്യും. ഉറപ്പായിട്ട് അവര് സറണ്ടറായി. അവര് ഈ കേസ് സറണ്ടറായി. അവര് പൂർണ്ണ തെളിവ് കാണിച്ചു കൊടുത്തു. ആരാ? ഉണ്ടാക്കിയ കമ്പനി. വീട്ടിലിരിക്കാൻ പറ്റത്തില്ല. ഭർത്താവ് വരും, ഭാര്യ വരും, മക്കള് വരും, ബന്ധുക്കൾ വരും. അയ്യോ, ഗൾഫിൽ പോണം, ബാങ്കിൽ പോണം, എവിടെ പോണം? ആ കൂട്ടത്തിന്റെ അടുത്ത് പോണം. സഭയെ കയറണമെങ്കിൽ കോവിഡ് വേണം. കോവിഡിന്റെ സർട്ടിഫിക്കറ്റ് കഴുതി തെക്കോട്ട് കെട്ടി തൂക്കിക്കൊണ്ട് വരണം. സഭയെ കയറണമെങ്കിൽ എന്തൊക്കെ നിയമമായിരുന്നു. ഇന്ന് എടുക്കാത്തവരെല്ലാം ഭാഗ്യവാൻ. വാക്സിൻ എടുക്കാത്തവരെല്ലാം ഭാഗ്യവാൻ. ഒന്നെടുത്തുണ്ടെങ്കിൽ അതും ഭാഗ്യവാൻ. 2 എടുത്തവൻ ഭാഗ്യവാൻ. ഇത് എത്ര എണ്ണമായിരുന്നു? 3 വരെ തീർത്ത്. ഡോക്ടർ ധോണിക്ക് പറയുന്ന പോലെ ആ ദിവസം ആവുമ്പോഴേ ഇനി അടുത്തെടുക്കാൻ ബുക്ക് ചെയ്യണം. എന്തൊരു ഓട്ടമായിരുന്നു അന്ന്. പറഞ്ഞത് നമ്മളെല്ലാം പൊട്ടനായിരുന്നു. ഇന്ന് എടുക്കാത്തവരെ ഞാൻ പറയാം,
ഭാഗ്യവന്മാരാണോ? എടുക്കാത്തവർക്ക് ഈ വാർത്ത കേൾക്കുമ്പോൾ പേടിയുണ്ടോ? എടുത്തവർക്ക്, രോഗമില്ലാത്തവർക്ക് വരെ ഇത് കേൾക്കുമ്പോൾ പേടിയേറ്റോ. സ്തോത്രം. അന്ന് മക്കൾക്ക് വേണ്ടി എടുത്തതാ, ഭർത്താവിന് വേണ്ടി എടുത്തതാ, ഭാര്യയ്ക്ക് വേണ്ടി എടുത്തതാ. അയ്യോ, ഞാൻ സ്തോത്രം ഞങ്ങളുടെ പഞ്ചായത്ത് മെമ്പറിന് വേണ്ടി എടുത്തതാ. ഇപ്പൊ മെമ്പറും ഇല്ല, ആരുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നടക്കുക. മടുത്ത്. സ്തോത്രം. സഹിക്കൂ. സ്തോത്രം. ഇനി വരുന്നുണ്ട് പല കാര്യങ്ങളും ഇതേപോലെ വരും. അന്ന് നമ്മൾ പ്രസംഗിക്കുമ്പോൾ പൊട്ടനായിരിക്കും, പക്ഷേ പൊട്ടത്തരം തെളിയിക്കുന്ന ഒരു ദിവസമുണ്ട്. കോവിഡ് കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ നമുക്ക് തെളിയിക്കാൻ പറ്റിയ ഇല്ലയോ? കോവാക്സിൻ എന്താണ്? കോവാക്സിനെ എടുക്കാവൂ. സ്തോത്രം. മറ്റേ അത് വേണ്ട, എനിക്ക് കോവാക്സിൻ മതി, കോവിഷീൽഡ് മതി. അയ്യോ, കോവാക്സിൻ കോവിഷീൽഡ് മതി. എന്തുവായിരുന്നു? മരുന്ന് എടുക്കുന്നവന്റെ 10 വട്ടം മുമ്പേ നോക്കും അത് തന്നെ ആണോന്ന്. ഇന്ന് നോക്കിക്കൊണ്ടിരിക്കുക. വീട്ടിൽ എല്ലാവരും പേടിച്ചുകൊണ്ടിരിക്കുക. ഓരോ അസുഖം വരുമ്പോൾ പേടിയാ. സ്തോത്രം. മക്കളെ, ഇതൊന്നും അല്ല നമ്മളെ നിലനിർത്തുന്നത്. നമ്മളെ നിലനിർത്തുന്ന ആരാ? ഞാൻ ഇന്ന് പകൽ ഒരു കാര്യത്തോടെ പറയാം. എടുത്തെങ്കിൽ പോലും, നീ എടുത്തയാണെങ്കിൽ പോലും നിന്റെ ദേഹത്തെ തൊടണമെങ്കിൽ കർത്താവായി വിശ്വസിക്കുന്നേ. നീ ചിലത് ഭയപ്പെട്ടങ്ങ് എടുത്തതാ. അതങ്ങ് സമർപ്പിക്കുക ദൈവസന്നിധിയിൽ. എന്നിട്ട് ഇന്ന് പകല് പറ, എന്റെ ശരീരത്തെ തൊടണമെങ്കിൽ എന്റെ ദൈവം അറിയാം. എന്റെ ശരീരത്തെ തൊടണമെങ്കിൽ, എന്റെ ശരീരത്തിനകത്ത് രക്തം കട്ട് ചെയ്യണമെങ്കിൽ, എന്റെ ശരീരത്തോട് ഓടുന്ന യേശുവിന്റെ രക്തമാ ദൈവം അറിയാതെ എനിക്കൊന്നും സംഭവിക്കത്തില്ല. വിശ്വസിക്കുക. ദൈവം ആ വിഷയത്തിനകത്ത് മറുപടി തരും. സ്തോത്രം. വാക്സിൻ എടുത്തെന്ന് പറഞ്ഞൊന്നും സ്വർഗത്തിൽ പോകാതിരിക്കത്തില്ല. പോവും, സ്വർഗത്തിലെല്ലാം പോവും. അതിനകത്തൊന്നും ഭാരപ്പെടാം. പക്ഷേ ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് വ്യക്തമായിട്ട് തെളിയിച്ചു തരുക. ലോകത്തിലുള്ള അധികാരികളെല്ലാം കൈമലർത്തും. ഈ ഒരു കാര്യത്തിനകത്ത് എന്ന് ചിന്തിച്ചു. ഇപ്പൊ അവർക്ക് ഇതിനകത്ത് ഒരു പങ്കുമില്ല. സ്തോത്രം. അന്നും ഇന്നും ഒരാൾ മാത്രമേ കാണത്തുള്ളൂ, കർത്താവായ യേശു മാത്രമേ കാണത്തുള്ളൂ. ഇന്ന് അതുകൊണ്ട് പാടി ആരാധ്യമന് തുല്യം ചൊല്ലാൻ ഒരാൾ മാത്രം. അതേപോലെ ഇന്നിവിടെ പാടിയപ്പം ഒരു പാട്ട് പാടി. എന്തു പറഞ്ഞു? നീതിമാന്റെ പ്രാർത്ഥന ദൈവം കേൾക്കും, അവന്റെ രോഗത്തെ സൗഖ്യമാക്കും. അപ്പൊ നീതിമാൻ ഞാൻ ആവണമെങ്കിൽ ഞാൻ കൊടുംപാവിയായിരുന്നു. എന്റെ യേശു എന്നെ നീതിമാനാക്കാൻ വന്നു. എന്റെ യേശു എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചു. ആ രക്തത്താൽ എന്നെ കഴുകി എന്നെ നീതിമാനാക്കി. എങ്കിൽ ഞാൻ രോഗത്തെ ജയിക്കും. കാര്യം എന്റെ യേശു എന്റെ കൂടെ ഉണ്ടെങ്കിൽ. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? എപ്പോഴും ആരോടൊപ്പം ഇരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ ദൂത എന്തുവാ? എപ്പോഴും നമുക്ക് ദൈവത്തോട് അടുക്കാനുള്ള ആഗ്രഹം, ദൈവത്തിന്റെ വചനം വായിക്കാനുള്ള ആഗ്രഹം, ദൈവത്തോട് പ്രാർത്ഥിക്കാനുള്ള ആഗ്രഹം, ദൈവത്തോട് ആരാധിക്കാനുള്ള ആഗ്രഹം. ഇത് നമ്മളെ ദൈവത്തിനകത്ത് എന്ത് ചെയ്യണം? കൂട്ടിക്കോണം. ബാക്കിയുള്ളതെല്ലാം ആര് തന്നോളും? ദൈവം തരും. സൗഖ്യം ദൈവം തന്നോളും. പറയുക, നീതിമാന്റെ പ്രാർത്ഥന ദൈവം കേൾക്കും, നീതിമാനെ സൗഖ്യമാക്കും. എങ്കിൽ നീതിമാനൻ ഞാൻ ആവണം. എന്റെ മേൽ നീതിമാനാവാൻ കഴിയാത്ത എന്തെങ്കിലും കുറവുകളുണ്ടോ? ആ കുറവുകളെ തിരുത്തുന്നുവെങ്കിൽ നീതിമാനാവാൻ കഴിയും. സ്തോത്രം. അല്ലെ നമ്മൾ ഇന്നും പരാതി പറഞ്ഞുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. ദൈവത്തിന് ഒരു വിടുതൽ കിട്ടും, അടുത്ത പ്രശ്നം വരും. നമ്മൾ ആത്മീയത്തിൽ കൂടുതൽ അടുക്കാൻ നിൽക്കുന്നെങ്കിൽ ഓരോ പ്രശ്നത്തെ നമ്മൾ എന്ത് ചെയ്യും? ജയിച്ചുകൊണ്ടിരിക്കും. നമ്മൾ പോലും അറിയാതെ എന്ത് ചെയ്യും? ജയിച്ചുകൊണ്ടിരിക്കും. ഈ പ്രശ്നങ്ങളൊന്നും നമുക്ക് എന്ത് ചെയ്യത്തില്ല, ഭാരമാവത്തില്ല. ദൈവം ഇന്ന് പകലങ്ങോട്ട് എഴുന്നേറ്റപ്പോ ദൈവം എന്നോട് പറയുക, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. അതങ്ങോട്ട് പറഞ്ഞു തീർന്നപ്പോ ഭയപ്പെടുത്തുന്ന ഒരു ഫോൺ കോൾ വന്നാൽ ഞാൻ ഭയപ്പെടുമോ? നീ ഭയപ്പെടുന്നെങ്കിൽ ആ നേരത്തെ പറഞ്ഞ വാക്കിനകത്ത് നീ വന്നിട്ടില്ല. ആ യേശുവിന്റെ വാക്കി വന്നിട്ടില്ല. വഴക്കിൽ വന്നിട്ടുണ്ടെങ്കിൽ നിന്നെ ഭയപ്പെടുത്തുന്ന ഫോൺ കോൾ വരുമ്പോൾ, അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്ന ഒരാൾ നിന്റെ ഭവനത്തിലേക്ക് വരുമ്പോൾ, ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ, അല്ലെ ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ, നിന്റെ തലമുറയെ കുറിച്ച് കേൾക്കുമ്പോൾ, നിന്റെ കുടുംബത്തെ കുറിച്ച് കേൾക്കുമ്പോൾ, നിന്റെ ജോലിയെ കുറിച്ച് കേൾക്കുമ്പോൾ, നിന്റെ സമ്പത്തിനെ കുറിച്ച് കേൾക്കുമ്പോൾ, നിന്റെ രോഗത്തെ കുറിച്ച് കേൾക്കുമ്പോൾ, നീ എന്തിനോ ഭയപ്പെടത്തില്ല. കാര്യം എന്തുവാ? ഇതിൽ എന്നെ തോൽപ്പിക്കാൻ കഴിയത്തില്ല. എന്റെ യേശു എന്നോട് പറഞ്ഞു, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. ഇന്ന് പകൽ പ്രിയ ദൈവജനമേ, ആ യേശുവിനെ അറിയുന്നവൻ, എന്റെ കൂടെ യേശു ഉണ്ടെന്ന് അറിയുന്നവൻ ഭാഗ്യവാനാ. അവനെ ഒരു ശത്രുവിനോ ലോകത്തിനോ ലോകശക്തിക്കോ ലോകത്തിന്റെ പ്ലാനിനോ പദ്ധതിക്കോ അവനെ തൊടുവാൻ കഴിയത്തില്ല. കാര്യം എന്തുവാ? അവൻ യേശുവിന്റെ പൈതലാ. അവനെ ഭയപ്പെടുത്തുവാൻ കഴിയത്തില്ല. ഭയമായ ഒന്നും അവനിലേക്ക് വന്നാൽ അവൻ ഭയപ്പെടത്തില്ല. കാര്യം അവൻ യേശുവിൽ ജീവിക്കുന്നവനാ.
സ്തോത്രം. ഞാൻ ദൈവത്തെ വിശ്വസിച്ച് ഉറച്ചു നിൽക്കുക. ദൈവദൂത് കേട്ട് ഉറച്ചു നിൽക്കുക. എന്റെ ഭവനത്തിലുള്ളവരാവട്ടെ, പുറത്തുള്ളവരാവട്ടെ, എനിക്ക് വേണ്ടപ്പെട്ടവരാവട്ടെ, വിളിച്ചു പറയുക, അങ്ങനൊന്നും ചെയ്യല്ലേ. ഞാൻ കർത്താവിനെ വിശ്വസിച്ചാ നിൽക്കുന്നത്. നീ പറയുന്ന വാക്ക്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഞാനിപ്പോ ദുഃഖിക്കുന്നവനാവാം, നീ സന്തോഷിച്ച് എന്നെ കുത്തി നോവിച്ചുകൊണ്ടിരിക്കുന്നവനാവാം. പക്ഷേ ഈ ദിവസം മാറും, ഈ ദിവസം മാറും. നീ കുത്തി നോവിക്കുന്ന, നീ കഷ്ടപ്പെടും, സങ്കടപ്പെടും. ആ സമയത്ത് ഞാൻ സന്തോഷത്തോട് പുറത്തു വരും. കാര്യം ദൂതിനു വേണ്ടി ഞാൻ കഷ്ടം അനുഭവിക്കാൻ തയ്യാറായതുകൊണ്ട്, യേശു പറഞ്ഞത് കേട്ട് ഞാൻ അനുസരിച്ചതുകൊണ്ട്, അതിൽ വന്ന കഷ്ടങ്ങളും നഷ്ടങ്ങളും എല്ലാം എനിക്ക് ഇന്ന് യേശു ലാഭമാക്കി എന്നെ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നു. നിന്ദിച്ചവനെ, പരിഹസിച്ചവനെ, മുൻവിധിച്ചവനെ ഇന്ന് പകൽ നിന്നെ നോക്കി ഞങ്ങൾ ദൂത് പറയുക. ഞങ്ങൾ ഒരിക്കൽ നീ പറയുന്ന വാക്കിനകത്ത് തളർന്നു പോകത്തില്ല, വീണ് പോകത്തില്ല. കാര്യം അതിലെല്ലാം നീതിയുള്ള യേശു ഞങ്ങളെ കുറിച്ചൊരു പദ്ധതി വെച്ചിട്ടുണ്ട്. ആ പദ്ധതി ഞാനും എന്റെ കുടുംബം പ്രാപിക്കും. ഈ മെയ് മാസം, 2024 5ാം മാസത്തിനകത്ത് ഞാനും എന്റെ കുടുംബം ഒന്ന് പ്രാപിക്കും. അതിനാൽ എന്നെ എന്റെ കുടുംബത്തെ പുറത്തു കൊണ്ടുവരും. അതിനുള്ള വാർത്തത്തെ ഞാൻ പ്രാപിക്കും. അതിന് തടസ്സമൊക്കെ അന്ധകാരത്തെ ഈ യേശുവിന്റെ നാമത്തിൽ ഞാനും എന്റെ കുടുംബം ജയിക്കാൻ പോവുക. ആ വാർത്തത്തെ എന്റെ കുടുംബത്തിലേക്ക് വരും. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അതുപോലെ ഒരു കാര്യം ഞാൻ പറയാം. കർത്താവ് നമ്മളെ വട്ടപൂജ്യമായിട്ട് പണിയുന്നു. ഈ വട്ടപൂജ്യമായി കഴിയുമ്പോൾ ചില നന്മകൾ നമ്മളെ ജീവിതത്തിൽ വരുമ്പോൾ ഇവൻ എന്തോ കണ്ടോണ്ടാണ് ഈ അഹങ്കരിക്കുന്നത്. എന്റെ യേശു ഉള്ളത് കൊണ്ടാണ് ഞാൻ അഹങ്കരിക്കുന്നത്. ധൈര്യമായിട്ട് പറഞ്ഞു, എന്റെ യേശു ഉള്ളത് കൊണ്ട് അഹങ്കരിക്കുന്നത്. കാര്യം എന്തുവാ? സ്തോത്രം. എല്ലാം ഉണ്ടെന്ന് പറഞ്ഞിട്ട് പലതും നിനക്കില്ല. പക്ഷെ ഒന്നുമില്ലെങ്കിലും എനിക്ക് പലതും ഉണ്ട്. കാര്യം ആ പ്രകടമാവുന്ന രീതിയിൽ ആരനുഗ്രഹിച്ചുകൊണ്ടിരിക്കുക? എന്റെ ദൈവം അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് പ്രിയ ദൈവവേദന ഒരു കാര്യം ഞാൻ പറയാം. നീ മനുഷ്യന്റെ വാക്കിന്റെ പിന്നാലെ പോകല്ലേ, മനുഷ്യൻ പറയുന്നതിന്റെ പിന്നാലെ പോകല്ലേ, മനുഷ്യന്റെ ബുദ്ധിയുടെ പിന്നാലെ പോകല്ലേ. ഇന്ന് സകലതും ഉണ്ടാക്കിയ യേശുവിന്റെ പിന്നാലെ പോകുന്നുവെങ്കിൽ, യേശുവിന്റെ വാക്കുകൾക്ക് നീ ജീവിക്കുന്നുവെങ്കിൽ, യേശുവിന് വേണ്ടി അത് ജീവിക്കാൻ തയ്യാറെങ്കിൽ, ഇന്ന് പ്രിയ ദൈവവേദന ഞാൻ ഉറപ്പ് വിളിച്ചു പറയോ, ദൈവം നിശ്ചയമായി നിന്നെ നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനുഷ്യന്റെ പിന്നാലെ പോകുന്നവൻ ലജ്ജിച്ചു പോകും, പരിഹസിച്ചു പോകും. അത് അല്പനാളെല്ലാമേ കാണത്തുള്ളൂ. പക്ഷെ ദൈവത്തിന്റെ പിന്നാലെ പോകുന്നവൻ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല? പരിഹസിക്കത്തില്ല. അതും അല്പനാളമേ കാണത്തുള്ളൂ. അവന്റെ കഷ്ടം ആര് മാറ്റും? ദൈവം മാറ്റും. വിശ്വസിക്കേ. ഒന്നുമില്ലായ്മയെന്നായിരിക്കും ദൈവം ചിലപ്പോൾ നന്മകൾ തന്നിരിക്കുന്നത്. ആ നന്മകൾ തരുമ്പോഴും മറ്റുള്ളവർക്ക് ഇവനെന്തുവാ ഇതിനുള്ള യോഗ്യത, എനിക്ക് ഇതിലും യോഗ്യതയുണ്ടായിട്ട് എന്റെ കുടുംബത്തിൽ അത് കിട്ടിയില്ലല്ലോ, എങ്ങനെന്താ കിട്ടുന്നത്? കാര്യം എന്തുവാ? നീ യേശുവിന് വേണ്ടി സഹിക്കുന്നുണ്ടോ, യേശുവിന് വേണ്ടി പ്രയാസപ്പെടുന്നുണ്ടോ? പ്രിയ ദൈവവേദനയെ ദൈവം നിന്നെ എന്ത് ചെയ്യും? മാനിച്ചുകൊണ്ടിരിക്കും. അതാണ് സ്വർഗത്തിലെ ദൈവം. കർത്താവ് കിഴക്കോട്ട് പോകാൻ പറഞ്ഞാൽ നിങ്ങൾ കിഴക്കോട്ട് തന്നെ പോകും. പടിഞ്ഞാറ് പോയിട്ട് എന്ന് പറയുക, അയ്യോ ഞാൻ ഇതിനകത്ത് തൃപ്തിപ്പെടും, എനിക്കിതെല്ലാം മതി, കുഴപ്പമില്ല, എന്നെ ഇത്രയെല്ലാം അനുഗ്രഹിച്ചു. ഈ അനുഗ്രഹം എന്നും നിനക്ക് വേദനയില്ല. ഞാൻ ഒരു സ്തോത്രം ശക്തമായിട്ട് പറയുക, ദൈവം നമ്മളോട് കിഴക്കോട്ട് പോകാൻ പറഞ്ഞിട്ട് നമ്മൾ പോയില്ല. നമ്മളെ ബുദ്ധി പ്രാർത്ഥനയല്ല അതിനകത്ത് കൊണ്ടുവച്ചിട്ട് നമ്മൾ എങ്ങോട്ട് പോയി? പടിഞ്ഞാറോട്ട്. കർത്താവ് പോകാനല്ലേ പറഞ്ഞു, അതുകൊണ്ട് ഞാനങ്ങ് പടിഞ്ഞാറ് പോയി. കർത്താവ് അത്യാവശ്യം നന്മകളൊന്നും എനിക്ക് തരുന്നു. പക്ഷെ ഈ നന്മ ഒരിക്കലും നിനക്ക് എന്ത് ചെയ്യത്തില്ല? തൃപ്തിയോട് അനുഭവിക്കാൻ പറ്റില്ല. ഓരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കും. പക്ഷെ നീ കിഴക്കോട്ട് പോയാൽ ചിലപ്പം ചിലപ്പം ചില നന്മ കിട്ടിയില്ലെങ്കിലും തരാൻ തുടങ്ങുന്നത് സ്ഥിരതയുള്ളതായിരിക്കും. അതിനകത്ത് എന്ത് വരത്തില്ല? പല്ലുകടി ഉണ്ടാവത്തില്ല, കല്ലുകടി ഉണ്ടാവത്തില്ല, പ്രയാസം ഉണ്ടാവത്തില്ല. അപ്പോൾ നീ എപ്പോഴും എന്റെ ദൈവം എന്നെ വിളിച്ച്, ഞാൻ കിഴക്ക് പോകുമ്പോൾ കിഴക്ക് ഇരുന്നുകൊണ്ട് എന്തോ വർദ്ധിക്കുന്നത്? കർത്താവെ അങ്ങ് പറഞ്ഞിട്ടാ ഞാൻ കിഴക്ക് വന്നു. എനിക്കൊന്ന് തന്നോ തന്നില്ലയോ എനിക്ക് കുഴപ്പമില്ല, ഞാൻ കിഴക്ക് വന്നിട്ടുണ്ട്, അങ്ങ് പറഞ്ഞാ വന്നിട്ടുണ്ട്. പക്ഷെ കർത്താവെ ഈ കിഴക്ക് വന്നിട്ട് എനിക്ക് ഒന്നും ലഭിച്ചില്ല, അങ്ങ് പറഞ്ഞത് കേട്ടാ ഞാൻ നിൽക്കുന്നത്, ഒന്നും ലഭിച്ചില്ല. എങ്കിലും എനിക്ക് വിഷമമൊന്നുമില്ല. പക്ഷേ അങ്ങയുടെ പദ്ധതി എന്റെ മേലൊന്ന് വെളിപ്പെടണം. ആ വെളിപ്പെടുന്ന ദിവസം ഒരുത്തനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. സ്തോത്രം.
നമ്മളെ സഭയെ നോക്കി ചിലവർ പറയും, ഇത്ര ഇങ്ങനൊന്നും വിശ്വാസത്തിൽ കൊണ്ടുപോകുന്ന ദിവസമുണ്ട്. ദൈവമക്കളെ കണ്ടു അടുക്കാൻ തുടങ്ങിയിരിക്കുക. അതിന്റെ 10 കൊല്ലം അധ്വാനിച്ചതിന്റെ ഫലം വരാൻ പോവുക. ഈ 10ാം കൊല്ലത്തിന് കഴിയുന്ന മുമ്പേ അതിന്റെ ഫലം വന്നിരിക്കും. അത് നമ്മൾ അനുഭവിച്ചിരിക്കും. ഞാൻ എന്നോട് സ്തോത്രം ശക്തമേറിയ സ്തോത്രം ദൈവത്തിന്റെ ദാസന്മാരെല്ലാം എന്നോട് വന്ന് പറയുന്നത് 2000 പേര് കൂടുന്ന സഭയാണ്. പക്ഷെ എനിക്ക് 2000 പേര് വേണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. സ്തോത്രം. പക്ഷെ കർത്താവിനോട് പറഞ്ഞ ഓക്കെ. പക്ഷെ ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന എന്തുവാ, 150 പേര് കൊള്ളുന്ന ഒരു ഹോളാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനകത്ത് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നത് എന്ന് പറഞ്ഞാൽ, ഞാൻ പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ എനിക്ക് എന്ത് ചെയ്യണം? എന്റെ ദൈവമക്കളെ മുഖം ഓർത്ത് പ്രാർത്ഥിക്കണം. അതെനിക്ക് മസ്റ്റായിട്ടുള്ള കാര്യമാണ്. എന്റെ കൂടപ്പുറപ്പായി, എന്റെ സഹോദരങ്ങളായി, എന്റെ ബന്ധുക്കളായി, എന്റെ അമ്മയുടെയും എന്റെ സഹോദരന്റെ, എന്റെ ആന്റിയുടെ, സഹോദരിയുടെ, അനിയത്തിയുടെ, ചേട്ടത്തിയുടെ എല്ലാ സ്ഥാനത്ത്, ചേട്ടന്റെ അനിയന്റെ അപ്പന്റെ സ്ഥാനത്ത് വെച്ച് എനിക്ക് പ്രാർത്ഥിക്കണം. അതിനെന്ത് ചെയ്യണം? എനിക്ക് അവരെ ഓർക്കണം. എനിക്ക് ഇത്രയും പേരുണ്ടെങ്കിൽ ഞാൻ ഓർക്കും. ഇത്രയും പേരുണ്ടെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കും. കൂടുതലായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കൂടുതലായി കഴിഞ്ഞു എന്റെ സഭയ്ക്കകത്ത് വരുന്ന എല്ലാ സഹോദരങ്ങളെ ഒരു സ്പെഷ്യലായിട്ട് വല്ല പ്രാർത്ഥന ചോദിക്കുന്നെങ്കിൽ അവരെ മാത്രമായിട്ട് പ്രാർത്ഥിക്കും. ചിലവർക്ക് സഭയ്ക്കകത്ത് വന്നിട്ട് പക്ഷെ ഞാനൊരു 6 മാസം കൊണ്ട് അവിടെ വളരെ തൊട്ടായിരുന്നു. അയ്യോ, ഞാൻ പക്ഷെ നല്ല കണ്ടുപരിചയമുണ്ട് കേട്ടോ. സ്തോത്രം. ദൈവം അനുഗ്രഹിക്കും. അയാൾ വന്നിട്ട് എൻ്റെ അടുത്ത് പറയാ, 6 മാസം കൊണ്ട് ഞാൻ എത്ര വട്ടം പുള്ളിയുടെ വീട്ടിൽ പോയിട്ടുണ്ട്. പുള്ളി ഇപ്പൊ എന്നോട് പറയുന്നത് ഹായ് ഉണ്ടായിരുന്നു എന്നല്ല. പക്ഷെ എന്റെ യേശു ഒരിക്കലും അങ്ങനെ ചോദിക്കത്തില്ല. എന്റെ യേശു ഒരിക്കലും എന്ത് ചെയ്യത്തില്ല. എടാ, ഞാൻ രക്തം കൊടുത്ത് വാങ്ങിയതാ, കേറ്. എന്റെ അമ്മയുടെ ഉദരത്തിലെ ഞാൻ ഉരുവാകുന്ന മുമ്പ് ഇതിനെ പേർ ചൊല്ലി വിളിച്ചതാ, കേറ്. അങ്ങനെ കർത്താവ് നമ്മളെ വിളിക്കുന്നത്. എങ്ങനെ വിളിക്കുന്നേ? മകനെ, മകളെ. നമ്മൾ അപ്പനും അമ്മയും മകളെ മോനെ സ്തോത്രം മോളെ എന്ന് വിളിക്കുന്ന പോലല്ല. അത് ചിലപ്പോൾ നമുക്ക് വേറെ പേര് ഇട്ട് വിളിക്കും. ചില സമയത്ത് നമ്മൾ ചിലപ്പോൾ കേട്ടില്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് ചിലപ്പോൾ എന്ത് ചെയ്യും? വേറെ ഡാഷല്ല ചേർക്കും. ആ പേരല്ല. യേശുവിനെ വിളിക്കുന്ന മോനെ ആത്മാർത്ഥമായിട്ടാ, മോളെ ആത്മാർത്ഥമായിട്ടാ വിളിക്കുന്നത്. മണവാട്ടിയാണ് യേശുവിന്റെ. സ്തോത്രം. ഞാൻ അതേപോലെ ഒരു കാര്യമാണ് ദൈവമക്കളെ ഞാൻ പറയാം. ഇന്ന് നമ്മളെ സഭയ്ക്കകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയാം? എന്തിനു വേണ്ടിയാണ്? പരിശുദ്ധാത്മാവിന്റെ വ്യാപാരം കൂടാൻ വേണ്ടിയിട്ടാണ്. അല്ലേ? അല്ല നമുക്ക് സ്വത്ത് വരാനോ, വീട് വരാനോ, അല്ലെങ്കിൽ കാറ് വരാനോ, അല്ലെങ്കിൽ വലിയ വലിയ നന്മ വരാനോ പ്രാർത്ഥിക്കുന്നത്. ഇതെല്ലാം നമുക്ക് ആവശ്യമുണ്ട്, ദൈവം തരുന്നുള്ളൂ. പക്ഷെ നമ്മൾ അതിൽ കൂടുതൽ പ്രാർത്ഥിക്കുന്നത് എന്തുവാ? പരിശുദ്ധാത്മാവിന്റെ. ഇന്ന് സാക്ഷി പറഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് ഞാൻ നിറഞ്ഞെന്നെല്ലാം പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം അത് കേൾക്കുമ്പോൾ. കാര്യം എന്തുവാ? നമ്മൾ അതാ പ്രാർത്ഥിക്കുന്ന സഭയ്ക്ക്. പരിശുദ്ധാത്മാവിന്റെ വ്യാപാരം കൂടുന്ന സഭയാണെങ്കിൽ അവിടെ എന്ത് കാണത്തില്ല? പാപം കാണത്തില്ല. നേരത്തെ പ്രാർത്ഥിച്ച പോലെ പ്രാർത്ഥിക്കാം. നീതിമാന്റെ പ്രാർത്ഥനയിൽ രോഗം സൗഖ്യമായി. ആ പാട്ട് പാടിയ പോലെ പാടാം. എന്തുവാ? നീതിമാന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുമ്പോൾ എന്തുവാ ഉള്ളത്? നീതി വെളിപ്പെട്ടുകൊണ്ടിരിക്കും. നീതി വെളിപ്പെട്ടുകൊണ്ടിരിക്കും. അവിടെ എന്ത് വരത്തില്ല? പാപം വരത്തില്ല. നമ്മളെ എന്ത് ചെയ്യും? ദൈവം പാപത്തിൽ നിന്ന് എന്ത് ചെയ്യും? നമ്മളെ പുറത്തു കൊണ്ടുവരും. പാപം നമ്മളെ മേൽ ജയിക്കാൻ ആരും സമ്മതിക്കത്തില്ല. കർത്താവ് സമ്മതിക്കത്തില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നതാണ് പരിശുദ്ധാത്മാവിന്റെ നിറവ്. അതുപോലെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോട് പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്തും മറുപടി ആ സെക്കൻഡ് ദൈവം തരും. ഞാൻ ഒരു കാര്യം ശക്തമായിട്ട് ദൈവമക്കളോട് പറയുക. നിങ്ങൾ ഈ ലോകത്തിൽ ആരെ പേടിച്ചില്ല? യേശുവിനെ പേടിക്കും. യേശുവിനെ പേടിക്കും. നിങ്ങൾ ഈ ലോകത്തിൽ ആരെ പേടിച്ചില്ലല്ലോ? നിങ്ങൾ പേടിക്കേണ്ട ഒറ്റ വ്യക്തി യേശു. ആ യേശുവിനെ എന്ത് ചെയ്യല്ലേ? പേടിക്കാതിരിക്കല്ലേ. യേശുവിനെ പേടിക്കണമെങ്കിൽ യേശുവിനെ നീ ബഹുമാനിക്കും. യേശുവിനെ ബഹുമാനിക്കണമെങ്കിൽ പൂർണ്ണ ഹൃദയത്തോട് നിനക്ക് സ്നേഹിക്കാൻ പറ്റും. പൂർണ്ണ ശക്തിയോടെ സ്നേഹിക്കാൻ പറ്റും. പൂർണ്ണമായി യേശുവിന് വേണ്ടി ജീവിക്കാൻ പറ്റും. നീ ആരെ ഭയപ്പെടണം? മനുഷ്യരെയോ, പോലീസിനെയോ, അല്ലെങ്കിൽ മന്ത്രിമാരെയോ, നേതാക്കന്മാരെയോ അല്ല ഭയപ്പെടേണ്ടത്. നീ ഭയപ്പെടേണ്ടത് ആരെയാണ്? യേശുവിനെ. കാര്യം ഒറ്റ നിമിഷം കൊണ്ട് നിന്റെ ജീവിതത്തെ മാറ്റുവാനും, നിന്നെ ഉയർത്തുവാനും, മാനിക്കുവാനും, അല്ല നിന്നെ തകർക്കുവാനും കഴിവുള്ളവൻ ആരാണ്? അത് യേശുഭക്തൻ മാത്രമേ ഉള്ളൂ. അവിടെ പ്രാർത്ഥന എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളിയല്ല. പ്രാർത്ഥന എന്തുള്ളതാണ്? ഭയപ്പെടേണ്ടത്. സ്തോത്രം. നിങ്ങൾ പേഴ്സണലായിട്ട് ഒരാൾ ഭവനത്തിനകത്ത് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ദൈവത്തെ ഓർത്ത് ആര് വന്നെന്ന് പറഞ്ഞാൽ അവരെ ഡിസ്റ്റർബ് ചെയ്യും.
അവരുടെ പ്രാർത്ഥന എന്ത് ചെയ്യണം? ഡിസ്റ്റർബ് ചെയ്യണം. അതുപോലെ ഫ്രണ്ട് കാണില്ലാത്ത അവർ വന്ന് പ്രാർത്ഥിക്കുന്നെങ്കിൽ വീട്ടിലുള്ള ബാക്കിയുള്ളവരും പോയി ഇരുന്നോണം. പ്രൈസറോ ആ ഭയത്തോടിരുന്നോണം. അപ്പോഴതിന്റെ ഫ്രണ്ടിൽ കൂടെ അങ്ങോട്ട് പോവാ ഇങ്ങോട്ട് പോവാ. കൊച്ചുങ്ങളൊന്നും പോകാൻ സമ്മതിക്കില്ല. കൊച്ചുങ്ങളെ മുതൽ എന്ത് ചെയ്യണം? ഭയപ്പെടുത്തിക്കോണം. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഫ്രണ്ട് കാണിലാ വന്ന് പ്രാർത്ഥിക്കുന്നെങ്കിൽ എല്ലാവരും കൂടാനാ വന്ന് ചിലപ്പം ഒരാൾ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവം ചിലപ്പോൾ അവരെ എവിടെ കൊണ്ട് പ്രാർത്ഥിക്കും. അപ്പൊ ബാക്കിയുള്ളവരും അതിനകത്ത് എന്ത് ചെയ്യണം? കയറണം. അല്ല റൂമിലായിരിക്കുന്നെങ്കിൽ ഓക്കെ, ഒറ്റയ്ക്കായിരിക്കും പ്രാർത്ഥിക്കുന്നത്. അവരുടെ പ്രാർത്ഥന എന്ത് ചെയ്യല്ലേ? ഡിസ്റ്റർബ് ചെയ്യല്ലേ. സ്തോത്രം. ഞാൻ സുനോട് പറഞ്ഞിട്ടുണ്ട്, കൊച്ചുങ്ങൾ സ്കൂളിൽ പോവുക, അല്ലെങ്കിൽ ട്യൂഷന് പോവുക, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ വേറെ അടുത്ത് പോവുക, അവർ ഒരുങ്ങിയിരിക്കുക, അവിടെ ഫ്രണ്ട് കാലിൽ ഞാൻ പാർച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോണ്ട, നിങ്ങളന്ന് വിടണ്ട, സ്കൂളിൽ പോകണ്ട. പ്രാർത്ഥിക്കാൻ 5 മിനിറ്റ് നീ ഇരുന്നിട്ട് പോയാൽ മതി. അത് ഇരിക്കാൻ പറ്റത്തില്ലെങ്കിൽ നീ പോയിട്ട് ഒരു കാര്യം നടക്കാൻ പോകുന്നില്ല, നടക്കാൻ പോകുന്നില്ല. അങ്ങനെ പ്രാർത്ഥന എന്ത് ചെയ്യണം? ഭയപ്പെടണം. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു. നമ്മളിപ്പോ സ്കൂളിലേക്ക് ചെല്ലും, നമ്മൾ രക്ഷകർത്താവായ നമ്മൾ സ്കൂളിലേക്ക് ചെല്ലും, ദേശീയ ഗാനം കേൾക്കുമ്പോൾ നമ്മൾ ഓർമ്മിക്കും. നമ്മൾ കൊച്ചിലെ പഠിച്ചിട്ടുള്ളൂ. എന്തുവാ? നമ്മളവിടെ തന്നെ അങ്ങോട്ട് സാറിന്റെ റൂമിൽ കയറും. സാറിനെ കിട്ടിയിട്ട് വേണ്ട, സാറും എവിടെ നിൽക്കുക? ഞാൻ എന്തെങ്കിലും സ്റ്റേഡിയായിട്ട് തന്നെ നിൽക്കും. കാര്യം ഞാൻ പണ്ടുപോലെ പഠിച്ചൊരു കാര്യമാണ്, സ്കൂളിൽ പഠിച്ചൊരു കാര്യമാണ്. അല്ലാതെ അടുത്ത് സംസാരമല്ല. ഇങ്ങനെ സംസാരം ഉണ്ടല്ലോ, അത് ചർച്ച പോലെ എവിടെ പോയാലും ഇത് വാർത്തയില്ല. അവിടെ 5 മിനിറ്റാ സമയം എടുക്കുന്ന ആകെ. അത് നമ്മുടെ ദേശത്തിന്റെ കാര്യമാണ്. ഓക്കെ, നീ സ്റ്റഡിയായിട്ട് നിൽക്കും. അത് കഴിയുമ്പോഴായിരിക്കും നീ റിലാക്സ് ആകും, അല്ലയോ? ചിലവര് എനിക്ക് നല്ലോണം അറിയാം, പിള്ളേരുമായിട്ടെല്ലാം കളിച്ചു എല്ലായിരിക്കും. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ചിലവർ ശ്രദ്ധിച്ചിട്ടുണ്ട്. ചില അമ്പലങ്ങളിൽ ചെല്ലുമ്പോൾ അവർ കൈ കുപ്പിക്കഴിഞ്ഞാൽ പിന്നെ പിള്ളേരുണ്ടോന്നും അവർ നോക്കും. അവർ ആ ഒരു ഭക്തിയോടെ ക്രിസ്തീയ ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും വരുമ്പോഴാണ് മൊത്തം സംസാരം. പിള്ളേർക്ക് ബേക്കറി സാധനം എടുത്ത് തുറന്ന് ഒക്കെ ഇല്ലേ കവറിട്ടൊന്ന് അലക്കി ബൈബിളെല്ലാം ഒന്ന് എടുത്ത് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ പ്രാർത്ഥനയെന്ന് കേൾക്കുമ്പോഴേ കണ്ണടയ്ക്കാനായിട്ട് അർത്ഥം. കൊച്ചു പിള്ളേരും ഇവിടെ മിമിക്രി കാണിക്കുന്നു. സ്തോത്രം. വിഷമമുണ്ട്, അതുകൊണ്ടാണ് പറയുന്നേ. വിഷമമുണ്ട്. ഞാനേ ഈ കൊല്ലത്ത് സ്വന്തം വാടി കടപ്പുറത്തിന്റെ അകത്ത് പള്ളിയുണ്ട്. ഞാൻ ശ്രദ്ധിച്ചു. അവിടുത്തെ സ്തോത്രം മീൻ വിൽക്കുന്ന, മീൻ കച്ചവടം ചെയ്യുന്ന സഹോദരിമാര് വരും, മരക്കാത്തിമാര് വരും. ആ പേര് ഞാൻ വിളിക്കാൻ ആഗ്രഹിക്കുന്നത് സഹോദരിമാരെന്ന് ഞാൻ അവരെ കാണുന്നു. അവര് വരും, അവർ വാ തുറന്ന ഡാഷ് ഡാഷ് എന്നുള്ള പേരെ വിളിക്കും. ഞാൻ ഇതുവരെ നല്ല വാക്ക് അവരുടെ വായിന്ന് കേട്ടെന്ന് ഞാൻ കേട്ടത്. എങ്കിലും ആ പ്രിയ സഹോദരിമാര് വന്നിട്ട് ആ കുരിശ്ശേരിയുടെ ഫ്രണ്ടിൽ ഒരു മുട്ടുകുത്തും. ഞാൻ ആ ചുംബിക്കുന്നതെല്ലാം കാണുമ്പോൾ ഓർക്കും ആ വായി നിന്നല്ലോ നേരത്തെ വിളിച്ചത്, അതൊന്നെല്ലാം മറന്നു. കാര്യം അവരെ ആ സമയത്ത് നീ എന്തോ പറഞ്ഞാലും അവർ വഹിക്കത്തില്ല. അവർക്ക് അതിന്റെ അനുഗ്രഹം അവർക്ക് ദൈവം കൊടുക്കുന്നുണ്ട്. അവർക്ക് അതിനെ യഥാർത്ഥമായി ആരാധിക്കാൻ അറിയത്തില്ലെങ്കിൽ പോലും അവര് ഭയപ്പെടുന്നുണ്ട്. അതിനാരനുഗ്രഹിക്കുന്നുണ്ട്? നമ്മളെ ബന്ധുക്കോസുകാർക്ക് മാത്രമേ ഉള്ളൂ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോഴാ ചിന്തിക്കുന്നു, ആ കണ്ണെങ്കിലും നടത്തി ചിന്തിക്കും, കണ്ണെങ്കിലും അടച്ച് ചിന്തിക്കും. പ്രാർത്ഥന എന്ന് കേൾക്കുമ്പോ കണ്ണടച്ചോ. കാര്യം എന്തുവാ? ഈ കണ്ണടയ്ക്കാൻ പറയുന്നതുവാ, വേറെ ഒന്നും കാണല്ലേ, നീ ദൈവത്തെ മാത്രമേ കാണാവൂ. എങ്കിലേ ആ പ്രാർത്ഥന മേൽ എന്ത് ചെയ്യത്തുള്ളൂ? ദൈവത്തിന്റെ മഹത്വം വരത്തുള്ളൂ, ദൈവത്തിന്റെ കൃപ വരും. ഇപ്പം അമ്മാവന്മാരും അച്ചായന്മാരും പ്രാർത്ഥിച്ചാൽ എപ്പോഴും സ്വത്രം 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 സ്വത്രം. നിന്റെ സ്വത്രം ആർക്കും വേണ്ട, കർത്താവിന് വേണ്ട, കർത്താവിന് വേണ്ട, കർത്താവിന് വേണ്ട. സ്തോത്രം എന്ന് പറയുന്നത് യാഗമാ, യാഗമാ. നിന്റെ കുറവിനെ ഏറ്റു പറഞ്ഞ് സ്തുതിച്ചുകൊണ്ടിരിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് സ്തോത്ര യാഗം അർപ്പിച്ചുകൊണ്ടിരിക്കുക. നീ മൃഗത്തെ കൊണ്ട് യാഗം അർപ്പിക്കണം. പഴയ നിയമ പുസ്തകത്തിനകത്ത് വായിക്കുമ്പോൾ നീ ചെയ്യുന്ന ഓരോ പാപത്തിനനുസരിച്ച് മൃഗമുണ്ട്. ആ മൃഗത്തെ അവിടെ നിന്ന് വേണം ദേവാലയത്തിൽ കൊണ്ടുവന്ന് യാഗം അർപ്പിക്കണം. അതിന് പകരം സ്തോത്രം
നിന്റെ യാഗമാ, നിന്നെ ശുദ്ധീകരിക്കുന്നത്, നിന്നെ ബലപ്പെടുത്തുന്നതാ, നിന്റെ പാപത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്ന സ്തോത്രം. ആ സ്തോത്രം പറയുമ്പോൾ നിന്റെ കണ്ണോ, ആ സ്തോത്രം പറയുമ്പോൾ നിന്റെ കാതോ, ആ സ്തോത്രം പറയുമ്പോൾ നിന്റെ ചിന്തകളോ മറ്റൊന്നും പോലുള്ളതല്ല. ദൈവത്തെ നോക്കി പറയുവാനുള്ളതാ, കുഞ്ഞായിക്കാനുള്ളതല്ല സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ എപ്പോഴും ദൈവമക്കളെ ഞാൻ പറഞ്ഞത്, എല്ലാവരെയും പോലെ ഞാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞ എല്ലായിടത്തും കയറി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് പേടിയുള്ളവനാ ഞാൻ, ഭയപ്പെടുന്നവനാ ഞാൻ. അയ്യോ, അത് നിങ്ങൾക്ക് പേടിയുണ്ടാ? മുട്ടിടിയാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ. ബൈബിളുമായിട്ട് ഇന്ന് നിൽക്കുമ്പോൾ, ദൈവത്തിന്റെ വചനമായിട്ട് നിൽക്കുമ്പോൾ എന്റെ മുട്ടിടിക്കും. കാര്യം എന്തുവാ? എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവത്തിന്റെ പദ്ധതി എനിക്കറിയാം. ഭയപ്പെടേണ്ട രീതി ഭയപ്പെട്ട എന്ന് പറയേണ്ടത്, സ്വതന്ത്രം ഏറ്റെടുത്താ പറയേണ്ടത്. അതുകൊണ്ടാ മുട്ടിടിക്കുന്നത്, അല്ല ചുമ്മാ അല്ല മുട്ടിടിക്കുന്നത്. സ്തോത്രം. ചിലവര് വന്ന് എന്റെ അടുത്ത് പറയാറുണ്ട്, ചില പ്രാർത്ഥനയ്ക്ക് വരണം, ഞങ്ങൾ അവിടെ പ്രാർത്ഥന. അതിനെ എനിക്ക് പ്രാർത്ഥനയായിട്ട് കാണാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ വരാത്തത്. അവരവർക്കും വേറെ ഏതാണ്ട് കോംപ്ലക്സും കൊണ്ട് അല്ല. നിങ്ങളുടെ ദൈവദാസന്മാര് കാണിക്കുന്നത് കാണുമ്പോൾ, സംഘടനയ്ക്കകത്തിരിക്കുന്ന ദൈവദാസന്മാര് കാണുമ്പോൾ നിങ്ങളുടെ പ്രവൃത്തിയൊന്ന്, വചനമൊന്ന്, അതിനെ രണ്ടിനെ കൂട്ടിച്ചേർക്കാതെ നിങ്ങൾ ജീവിക്കുന്നത് കാണുമ്പോൾ നിങ്ങളെ ദൈവദാസൻ വന്ന് ലീഡ് ചെയ്യുന്ന ഒരു പ്രാർത്ഥനയ്ക്കകത്ത് വന്നിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാര്യം എന്തുവാ? ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് യേശുവിന്റെ പാദപീഠത്തിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ചിലതിന് എനിക്ക് വരാത്ത. അല്ലാതെ നിങ്ങളോട് ദേഷ്യം കൊണ്ടല്ല, വിരോധം കൊണ്ടല്ല, പ്രയാസം കൊണ്ടല്ല. അയ്യോ, നിങ്ങളുടെ ദൈവദാസൻ എനിക്ക് 10 മിനിറ്റ് തരാത്തോണ്ടല്ല, 10 മിനിറ്റ് എനിക്ക് വേണ്ട. നിങ്ങളുടെ ദൈവദാസനെ എനിക്ക് ദൈവദാസനെ കാണാൻ പറ്റുന്നില്ല. കാര്യം എന്തുവാ? ജീവിതം ഒന്നും പ്രവൃത്തിയൊന്നും. സ്തോത്രം. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞേ, ഈ കാനഡ ലണ്ടനിൽ പോകുന്ന എല്ലാ 10 വർഷത്തിനാണ് തിരിച്ചു വരുമ്പോൾ കേറി കിടക്കാൻ പോലും സ്ഥലമില്ലാതായി പോകും. ആ രീതിയിൽ ദേശത്തെ നീ അടക്കി. സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങൾ വായിച്ചോ? മറ്റേ കാനഡയിൽ പോയി കഴിഞ്ഞാൽ അത് സ്തോത്രം ജോലി ചെയ്യായിരുന്നു, ജോലി ചെയ്ത് പഠിക്കായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ ദിവസത്തിന്റെ വാർത്തക്കകത്ത് വന്നിരിക്കുക, അതെടുത്ത് മാറ്റിയത്, ആ നിയമം എടുത്ത് മാറ്റി. ഇനി പഠിക്കാൻ വന്നോ പഠിച്ചിട്ട് പോവുക, അല്ല ജോലിക്കല്ല. നീ ഹാഫ് ടൈം ജോലിയും ചെയ്ത് ഹാഫ് ടൈം പഠിക്കുന്ന പരിപാടി നിർത്തി. ഇവിടുന്ന് കുറെ സുശേഷന്മാർ ഓടിക്കൊണ്ടിരുന്നതാ. പ്രൈസലോ, എല്ലാത്തിനും ബ്രേക്ക് വന്നുകൊണ്ടിരിക്കുക. ഞാൻ പാർച്ചുകൊണ്ടിരിക്കുക, ഞാൻ രഹസ്യമായ ദൈവത്തോട് പാർച്ചുകൊണ്ടിരിക്കുക. ഇതെല്ലാം പൊളിച്ചു മാറ്റണം. കാര്യം എന്തുവാ? ഇന്ത്യക്കകത്ത് വേറെ ഒരുപാട് കിടക്കുക. ഇന്ത്യക്കകത്ത് വേണം ദൈവത്തിന് വേണ്ടി വേല ചെയ്യാൻ. നീ UK പോണ്ട, അവിടെ അതിലും ശക്തമേറിയ ദൈവദാസന്മാരുണ്ട്. അവിടെ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുക, ദൈവത്തിന് വേണ്ടി വില കൊടുത്തുകൊണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞില്ലയോ, ബെല്ലിഗ്രാമിനെ കുറിച്ച് പറഞ്ഞില്ലയോ? പ്രൈസലോ, മന്ത്രി പ്രസിഡന്റ് സ്ഥാനം കിട്ടിയിട്ട് പോലും അത് വേണ്ട എന്ന് പറഞ്ഞിട്ട് അതിലും വലിയ ദൈവവേലയ്ക്കാണ് വലുതെന്ന് മുഖ്യ സ്ഥാനം കൊടുത്ത ദൈവദാസന്മാർ കിടക്കുന്ന രാജ്യമാണ്, ദേശങ്ങളാണ്. അവിടോട്ടെ ഇവിടുന്ന് ചെല്ലുന്നത്. വേണോ? ഇവിടുന്ന് പോകുന്നതിന് വേണ്ടിയാ എന്റെ തലമുറ ഭാവിയായി സുരക്ഷിതമായി. സ്തോത്രം. അവരെ വേണ്ട കർത്താവ്. ദൈവം അയക്കേണ്ടവനെ അയക്കേ, നീയായിട്ട് അയച്ചു പോവാതെ. പ്രിയ മക്കളെ, ഞാൻ ഒരു കാര്യം പറയാം, കുഞ്ഞുങ്ങളോട് മുതൽ പറയുക, ദൈവത്തെ ഭയപ്പെട്ടോണം. യേശു കയറുമ്പോൾ നിനക്ക് ഭയമുണ്ടാവണം. ഭയമുണ്ടെങ്കിൽ നിന്റെ യേശുവിനെ നിനക്ക് പൂർണ്ണ ഹൃദയത്തോട് സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ. പൂർണ്ണ സ്നേഹത്തോടെ, കരുതലോടെ, ശക്തിയോടല്ല ദൈവത്തിന് വേണ്ടി നിൽക്കാൻ പറ്റത്തുള്ളൂ. നീ മനുഷ്യനെ അല്ല പേടിക്കേണ്ടത്, ഭവനത്തെ അല്ല പേടിക്കേണ്ടത്, നാട്ടുകാരെ അല്ല പേടിക്കേണ്ടത്, ബന്ധുമിത്രാദികളെ അല്ല പേടിക്കേണ്ടത്, സുഹൃത്തുക്കളെ അല്ല പേടിക്കേണ്ടത്. നീ പേടിക്കേണ്ടത് നാസറനായ യേശുവിനെ. ആ പേടിയുണ്ടെങ്കിൽ ദൈവം പറയുന്നത് നീ അനുസരിക്കും, ദൈവത്തിന് വേണ്ടി നിൽക്കും. അപ്പോൾ ദൈവം നിന്നെ അനുഗ്രഹിക്കും. നമ്മുടെ യേശു നമുക്ക് ആരാണ്? നമ്മുടെ യേശു നമുക്ക് സ്നേഹിതനാണ്. നമ്മുടെ യേശു നമ്മുടെ പിതാവാണ്. നമ്മുടെ യേശു നമ്മുടെ ഗുരുവാണ്. നമ്മുടെ യേശു നമ്മുടെ നായകനാണ്. കർത്താവ് പറയുന്നു, നായകൻ ആരെയും വിളിക്കല്ലേ, പിതാവ് ആരെയും വിളിക്കല്ലേ, യേശുവിനെയാണ് വിളിക്കേണ്ടത്. സ്തോത്രം. അപ്പോഴും നമ്മളെ യേശു ആരാണ്? സ്നേഹിതനാണ്. നിന്റെ ഏതെല്ലാം അവസ്ഥ, ഏതെല്ലാം രീതിയിൽ ആ സമയത്ത് നിന്റെ കൂടി നിൽക്കുന്നവനാണ്. ആര്? യേശു. മണവാളനാണ് യേശു. മണവാളൻ എപ്പോഴും ആരെ കരുതും? മണവാട്ടിയെ കരുതും. മണവാളൻ എപ്പോഴും കരുതൽ ആരെയായിരിക്കും? മണവാട്ടിയ. ആ മണവാട്ടിയാണ് നമ്മൾ ഓരോരുത്തരും. കർത്താവിന്റെ സഭയുടെ മണവാട്ടിയാണ് നമ്മൾ. അപ്പൊ നമ്മൾ ശ്രേഷ്ഠമുള്ളവരാണ്, അനുഗ്രഹപ്പെട്ടവരാണ്. നമുക്കൊരു സീറ്റുണ്ട്. നമ്മൾ കല്യാണത്തിന് ചെല്ലുമ്പോൾ ആർക്കല്ല സീറ്റ് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും
മണവാട്ടനും മണവാട്ടിക്കും എന്തുണ്ട്? ഒരു സീറ്റുണ്ട്. അപ്പൊ പറയുക, നമ്മൾ ആരാണ്? മണവാട്ടിയാണ്. അപ്പോൾ നമുക്ക് എന്തുണ്ട്? ഒരു സീറ്റ് കരുതി വെച്ചിട്ടുണ്ട്. ആരെ? കർത്താവായ യേശു. അപ്പൊ നമ്മളെ ഇങ്ങനെയല്ല സ്നേഹിക്കുന്നത് എന്ന് പറഞ്ഞ്, അയ്യോ എന്റെ ദൈവം എന്റെ കൂട്ടുകാരനല്ലയോ, അപ്പൊ ഞാൻ എടാ യേശു എന്ന് വിളിച്ചാൽ മതിയോ? അല്ലടാ, നീ കൂട്ടുകാരനെ പോലെ നിന്നെ സ്നേഹിക്കൂന്ന് പറഞ്ഞ് കൂട്ടുകാരനോട് ഹൃദയം തുറക്കുമല്ലോ, അതിലും വിശ്വസ്തയോടെ തുറക്കാൻ നിനക്ക് പറ്റും. ആരെടുത്ത്? യേശുവിനടുത്ത് എന്ന് പറഞ്ഞ് യേശു എന്ന് നീ മനസ്സിലാക്കണം. ഭയത്തോടെ ആരെ കണ്ടോണം? യേശുവിനെ കണ്ടോണം. ഭയത്തോടെ ആരെ സ്നേഹിച്ചോണം? യേശുവിനെ സ്നേഹിച്ചോണം. സ്തോത്രം. ഒരു വചനത്തിലേക്ക് നമുക്ക് വരാം. യാക്കോബിന്റെ പുസ്തകം എടുക്കാം. യാക്കോബിന്റെ പുസ്തകം, യാക്കോബിന്റെ എഴുതിയ ലേഖനത്തിലേക്ക് ഒന്ന് വരാം. അതിലെ 1-ാം അധ്യായത്തിനകത്ത് സ്തോത്രം നമ്മൾ ഒരു 2 ദിവസം മുമ്പ് വായിച്ചൊരു വചനമുണ്ട്. അത് വായിച്ച് അതിന്റെ താഴോട്ട് വരുമ്പോഴേ അതിന്റെ കറക്റ്റ് മനസ്സിലാവത്തുള്ളൂ. സ്തോത്രം. 13-ാം വാക്യം മുതൽ ഒരാൾക്ക് വായിക്കാം. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് പറഞ്ഞാൽ, ദൈവസന്നിധിയില് ദൈവം പറഞ്ഞ ദൂത് പ്രകാരം പോകുന്ന നീ അതിനകത്ത് വരുന്ന പരീക്ഷയോ പ്രയാസമോ ഉണ്ടെങ്കിൽ നീ ഭാഗ്യവാനെന്ന ആര് പറയുന്നത്? കർത്താവ് പറയുന്നത്. മനുഷ്യൻ എന്ത് പറയും? നീ ശപിക്കപ്പെട്ടവെന്ന് പറയും, പ്രാക്കാന്ന് പറയും, നീ ഒരിക്കലും ഉയരത്തില്ലെന്ന് പറയും. പക്ഷെ ദൈവം പറയുക, ആ പരീക്ഷ സഹിക്കുന്നവന് ആരായിരിക്കും? ഭാഗ്യവാൻ. ആർക്ക് വേണ്ടി? ദൈവത്തിന് വേണ്ടിയാ നീ സഹിക്കുന്നെങ്കിൽ, ദൈവത്തിന് വേണ്ടിയാ ദൂതിന് വേണ്ടിയാ നീ നിൽക്കുന്നെങ്കിൽ, ദൈവം പറയുക നീ ആരാണ്? ഭാഗ്യവാൻ. അടുത്തത്, അവൻ കൊള്ളാവുന്നതിനായി തെളിഞ്ഞ ശേഷം. കണ്ടോ, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ എന്താവും? നല്ലവനാവും. അത് തെളിഞ്ഞ ശേഷം. അടുത്തത്, കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക്. കണ്ടോ, എപ്പോഴാ വാഗ്ദത്തം കിട്ടിയത്? വാഗ്ദത്തം എപ്പോഴാ ദൈവമക്കളെ കിട്ടിയത്? കർത്താവിന്റെ വാക്ക് കേട്ട് അനുസരിച്ച് നീ ഇറങ്ങിയപ്പോൾ, അത് ഇറങ്ങി തിരിച്ചപ്പോൾ അതിനകത്ത് പരീക്ഷ വന്നു. പക്ഷെ നീ ആ പരീക്ഷ എന്ത് ചെയ്തു? നേരിട്ടു. ആ പരീക്ഷയ്ക്കകത്ത് നീ എന്ത് ചെയ്തില്ല? ദൈവത്തെ സനി പുറപുറത്തില്ല, പരാതി പറഞ്ഞില്ല. അതിനാൽ അതിന്റെ അകത്തുള്ള മുൻവിധി നീ അനുഭവിച്ചു, നിന്നെ അനുഭവിച്ചു, പരിഹാസം അനുഭവിച്ചു, അപമാനം അനുഭവിച്ചു, ഭവനത്തിനകത്തും പുറത്തുനിന്നും അനുഭവിച്ചു. എങ്കിലും നീ എന്ത് ചെയ്തില്ല? അതിനകത്തൊന്നും മാറിയില്ല. നീ ആരെ പിടിച്ചു? കരഞ്ഞുകൊണ്ടായാലും കർത്താവ് യേശു അതിനെ പിടിച്ചു. ആ പരീക്ഷ നീ സഹിക്കാൻ തയ്യാറായപ്പോ നീ ഒരു നല്ല വ്യക്തിയാക്കി ആര് തീർത്തു? ദൈവം നിന്നെ തീർത്തു. അടുത്തത്, പരീക്ഷിക്കപ്പെടുമ്പോൾ പരീക്ഷിക്കപ്പെടുമ്പോൾ ഉടനെ ദൈവത്തിന്റെ തലയിലോട്ട് വെക്കല്ലേ. സ്തോത്രം, സ്തോത്രം. ദൈവത്തിന്റെ തലയിലോട്ട് വെക്കല്ലേ. നമ്മൾ പരീക്ഷിക്കപ്പെടുമ്പോൾ നമ്മൾ എന്ത് പറയുക? ആറ് തലയിൽ നിന്നാണ് വെക്കുന്നത്? നമ്മൾ പരീക്ഷിക്കപ്പെടുമ്പോൾ എല്ലാം പൈശാചിക ശക്തികളായ. പ്രിയ ദൈവമക്കളെ, നമ്മളെ ജീവിതത്തിനകത്ത്, ഈ ജീവനുള്ള ദേഹിക്കകത്ത് പരിശുദ്ധാത്മാവ് വെളിപ്പെടണമെങ്കിൽ നമ്മൾ അതിനകത്ത് ഒരുക്കപ്പെട്ടാലേ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തും. അല്ലെങ്കിൽ ആര് കയറി വരും? വിശാലി വരും. എനിക്ക് കള്ളം പറയാം. കള്ളം പറഞ്ഞ എനിക്കൊരു നന്മയുണ്ട്. എന്റെ മേൽ ദൈവം ഫുൾ സ്വാതന്ത്ര്യം വന്നേക്കോ. കള്ളം പറഞ്ഞു, നന്മ വന്നപ്പോഴും ആര് വന്നു? വിശാലി വന്ന് ചേർന്നു. സ്തോത്രം. എനിക്ക് നന്മയില്ലെങ്കിലും ഞാൻ കള്ളം പറയുന്നു, സത്യമേ പറയും. അപ്പൊ ആര് വന്നു? കർത്താവ് വന്നു ചേർന്നു. അത് അപ്പൊ ആരായത്? കർത്താവിനെ ചേർത്ത് നിർത്തിയതും പിശാചിനെ ചേർത്ത് നിർത്തിയ ആരാ? നമ്മളാ. സ്തോത്രം. നമ്മളെ കുടുംബത്തിനകത്ത് പ്രതികൂലം വരും. നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് നമ്മളെ കുടുംബത്തിൽ കൊണ്ടുവരുന്ന പ്രതികൂലത്തെ ജയിക്കാനുള്ള ദൈവത്തിന്റെ കൃപ എനിക്ക് തരണമേ എന്നാ പ്രാർത്ഥിക്കേണ്ടത്. അത് പൈശാചിക ശക്തി എന്ന് പറയുമ്പോൾ അവനാ ജയിക്കുന്നേ. അവൻ ഓർമ്മ, ഓ ഇവനെ ഇങ്ങനെ വരട്ടിയപ്പോഴും പേടിച്ചോ. പറയേണ്ട വിഷയം എന്തുവാ? പ്രാർത്ഥിക്കേണ്ട വിഷയം എന്തുവാ? ഞാൻ ദൈവവൈതലാ കർത്താവേ, ഞാൻ ദൈവവൈതലാ കർത്താവേ. ഈ പരീക്ഷ, ഈ പ്രതികൂലം വരുമ്പോ ഞാൻ വീണ് പോകല്ലേ. ഇതിനകത്ത് ജയിക്കാനുള്ള ദൈവത്തിന്റെ കൃപ എന്റെ പേരൊന്ന് പകർന്നു നൽകണേ. ഒരു ശത്രുവിനും ഇതിനകത്ത് ചിരിക്കാൻ അനുവദിക്കല്ലേ എന്നങ്ങോട്ട് പ്രാർത്ഥിക്കുമ്പോൾ ആർക്ക് ഇഷ്ടപ്പെടുന്നേ? കർത്താവിന് ഇഷ്ടപ്പെടുന്നു. നമ്മൾ പിശാചാന്ന് പറയുമ്പോഴേ, പൈശാചികമാന്ന് പറയുമ്പോഴേ ആരാ ഇഷ്ടപ്പെടുന്നേ? ഇവൻ ഇത്രയും പേടി തന്നെ ഉണ്ട്, അന്നാ ഇവനെ ഒന്നുകൂടി ഒന്ന് കറക്കാം. അറിയാലോ ദൈവമക്കളെ,
അതുകൊണ്ട് കർത്താവ് പറയാ, പരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾ ഒരിക്കലും ദൈവം നിങ്ങളെ പരീക്ഷിക്കാൻ മുന്തിയല്ലേ പറയരുത്. കാര്യം എന്തുവാ? നമ്മൾ പരീക്ഷിക്കപ്പെടാൻ കാരണമുണ്ട്. വായിക്കാം. ദൈവം നമ്മളെ ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നവനല്ല. അതാദ്യം മനസ്സിലാക്കുക. ദൈവം നമ്മളെ ദോഷത്തിന് പുറത്തു കൊണ്ടുവന്നതാണ്. പിന്നെ ദൈവം നമ്മളെ ദോഷത്താൽ പരീക്ഷിക്കൂ. ഞാൻ നേരത്തെ പാടിയ പാട്ടിന്റെ ഒരു വരി ഞാൻ പറഞ്ഞു. എന്ത് പറഞ്ഞു? നീതിമാൻ രോഗിയായി കിടക്കൂ. ആ പാട്ടുകാരൻ പറഞ്ഞ ഉദ്ദേശിച്ച പൊരുൾ എന്തുവാ? നീതിമാൻ. അപ്പൊ നീതിമാൻ രോഗിയായി വരത്തില്ല. അപ്പൊ നീതി കുറഞ്ഞപ്പോഴാ എന്ത് വന്നത്? രോഗം വന്നെങ്കിൽ അതിന്റെ പോരായ്മ ആർക്കുള്ളതാണ്? നമുക്കുള്ളതാണ്. ആ പോരായ്മ നമ്മൾ എന്ത് ചെയ്തോണം? ജയിക്കണമെങ്കിൽ എന്ത് വേണം? ദൈവത്തിന്റെ കൃപ എന്റെ മേൽ വെളിപ്പെടണം. ഞാൻ അങ്ങയുടെ മകളാണ്, ഞാൻ അങ്ങയുടെ മകനാണ്, എനിക്കിത് കിടക്കാൻ പറ്റത്തില്ല. എന്റെ യേശുവെ, പലരും എന്നെ നോക്കി പരിഹസിക്കാൻ ഇടവരുത്തല്ലേ. പരിഹസിക്കാൻ ഇടവരുത്തിയാലും എനിക്കിതിനെ ജയിക്കാനുള്ള കൃപ പകർന്നു നൽകണം എന്ന് പറയുമ്പോൾ ആര് കൃപ നൽകും? ദൈവം നൽകും. സ്തോത്രം. അടുത്തത്, കണ്ടോ? സ്വന്തം മോഹത്താൽ എന്റെ ചില സുഖത്തിന് വേണ്ടി അല്ലെങ്കിൽ ചില കാര്യത്തിന് വേണ്ടി ഞാൻ അല്പലാഭത്തിന് വേണ്ടി പോയത് കൊണ്ടാണ് ഇന്ന് വലിയ പ്രശ്നങ്ങൾ എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ സ്തോത്രം ഒന്നും വേണ്ട, ഇപ്പോഴത്തെ ഈ വാർത്ത തന്നെ വെച്ച് നോക്കിക്കോ. അന്ന് വാക്സിൻ എടുത്തില്ലെന്ന് പറഞ്ഞാൽ നമ്മളെ കടിച്ചിന്ന് വരും, ഇല്ലയോ? ആൾക്കാർ കടിച്ചിന്ന് വരും. ഇന്ന് വാക്സിൻ എടുത്തില്ലെന്ന് ഞാൻ എടുത്തില്ലായിരുന്നെന്ന് പറയുമ്പോഴല്ല അവർക്ക് നിങ്ങൾ എടുത്തില്ലയോ? ഒരു പ്രത്യേക ആദരവോടാണ് നമ്മൾ നോക്കുന്നത്, സ്നേഹത്തോടാണ് നോക്കുന്നത്. മറ്റേ നമ്മൾ നികഷ്ടമായിട്ടാണ് കാണുന്നത്. എടുത്തില്ലയോ എന്നുള്ളതായി, ഇല്ലയോ? ഇത് തന്നെ ചിന്തിച്ചാൽ മതി. മറ്റേ നമ്മൾ എന്ത് ചെയ്യുക? നമ്മളെ ചില സ്വന്തം മോഹത്തിന് വേണ്ടി ചിലവരെ പിണക്കണ്ടെന്ന് ഓർത്ത് നമ്മൾ എന്ത് ചെയ്തു? നമ്മളെ തന്നെ കൊന്നു, നമ്മളെ തന്നെ എന്ത് ചെയ്തു? രോഗിയാക്കി. സ്വന്തം ചില മോഹത്തിന് വേണ്ടി നമ്മൾ ചില പാപം ചെയ്തു. അതിനകത്ത് ചില പരീക്ഷ വന്നു. അത് സഹിക്കേണ്ട ചുമതല ആർക്കുള്ളതാണ്? നമുക്കുള്ളത്. പക്ഷെ ആ പരീക്ഷയിലും ആര് തള്ളിവിടത്തില്ല? യേശു തള്ളിവിടാം. ഞാൻ ഇന്ന് പകലും പാസ്റ്റുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ചിന്തിച്ചൊരു കാര്യമുണ്ട്. എത്രയെല്ലാം വീഴ്ചകൾ നമ്മുടെ ജീവിതത്തിൽ, ഇല്ലയോ? എത്രയെല്ലാം കുറവുകൾ നമ്മുടെ ജീവിതത്തിൽ വന്നു. എന്നിട്ടും യേശുവിനെ നമ്മളെ വിട്ടുകൊടുത്തില്ല. നമ്മൾ ആ കുറവ് വരുമ്പോൾ, പ്രയാസമെല്ലാം വന്ന് കുറച്ച് കഴിയുമ്പോൾ പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ നമ്മൾ ദൈവപൈതൽ എന്നുള്ള പൂർണ്ണ ബോധ്യമാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, ഇല്ലയോ? ആ പൂർണ്ണ ബോധ്യം വരുന്നത് ആരുകൊണ്ടാണ്? പരിശുദ്ധാത്മാവ് നമ്മൾ ഉണർത്തിയിരിക്കുന്നു. അപ്പൊ ഓർത്തോണം, അങ്ങനെ ഒരു പൂർണ്ണ ബോധ്യം നിങ്ങൾക്ക് ഉള്ളിൽ വന്നിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണമെങ്കിൽ ഓർത്തോ, പരിശുദ്ധാത്മാവ് നിങ്ങളിൽ നിന്ന് വിട്ടുപോയിട്ടില്ല. പരിശുദ്ധാത്മാവ് അപ്പോഴും നിങ്ങളെ ഭരിച്ചുകൊണ്ടിരിക്കുക, സ്നേഹിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴും നമ്മൾ നോക്ക്, നേരത്തെ നമ്മൾ എത്രയൊക്കെ തെറ്റുകൾ ചെയ്തു, എന്നിട്ട് പോലും ആര് സ്നേഹിക്കുക? സ്തോത്രം. നമ്മളെ വീട്ടുകാരാ ബന്ധുക്കളാന്നെല്ലാം പറയുന്നവർ എപ്പോഴും ചവിട്ടി പുറത്ത് കളഞ്ഞെന്ന് പറഞ്ഞാൽ, പക്ഷേ യേശുവിന് അങ്ങനെ നമ്മളെ പുറത്ത് കളഞ്ഞായിരുന്നെങ്കിൽ നമ്മൾ എന്നേ നശിച്ചു പോയനെ. നമ്മളെ പുറത്ത് കളയുന്നില്ല. കാര്യം കർത്താവ് രക്തം കൊടുത്ത് വാങ്ങിയതാണ്, സ്വന്തം ജീവൻ കൊടുത്ത് വാങ്ങിയതാണ്. കാര്യം നമ്മളെ കളയാനല്ല ദൈവം മേടിച്ചത്, നമ്മളെ നിലനിർത്താൻ. അതൊരു കൃപായുഗമായിപ്പോ ഇതുകൊണ്ടാണ് നമ്മളെ ഇങ്ങനെ കൊണ്ടുപോകുന്നത്. പക്ഷെ ഇതിനൊരു ലിമിറ്റ് ഉണ്ട്, സ്റ്റോപ്പ് ഉണ്ട്. അന്ന് കർത്താവിന് വേണ്ടി പിന്നെയും ജീവിച്ചില്ലെങ്കിൽ കർത്താവ് നീ പിന്നെ കർത്താവിനെ നിൽക്കുന്നവരെ മതി. അതുകൊണ്ട് നേരത്തെ ഒരു വാക്യത്തിനകത്ത് പറഞ്ഞു എന്തുവാ? ജീവകിരീടം പ്രാപിക്കും, ഇല്ലയോ? ഇതിന്റെ നേരത്തെ വാക്യം വായിച്ചേ എന്തുവാ? കർത്താവിന് വേണ്ടി നിൽക്കുന്നവൻ എന്തുണ്ടാവും? ജീവകിരീടം പ്രാപിക്കും. ആദ്യം അവനെ ബലപ്പെടുത്തുക. പരീക്ഷ ജയിച്ചു വരുമ്പോൾ കർത്താവ് ഒന്നുകൂടി ഒന്ന് വെള്ളം എന്ന് പറഞ്ഞവനെ ബലപ്പെടുത്തി കഴിയുമ്പോൾ അവനൊരു സമ്മാനമുണ്ട്. എന്തുവാ? ജീവിതം. പക്ഷെ പലപ്പോഴും കർത്താവിനെ നമ്മളെ ബലപ്പെടുത്താൻ പറ്റുന്നില്ല. അതിനു മുമ്പേ നമ്മൾ വീട് വെക്കുക. എന്നിട്ടും കർത്താവ് നമ്മളെ ബലപ്പെടുത്താൻ എഴുന്നേൽപ്പിച്ചുകൊണ്ടിരിക്കുക. എന്ന് പ്രിയ ദൈവമക്കളെ, നമ്മൾ ബലപ്പെട്ടേ പറ്റൂ, നമ്മൾ ഉറച്ചിരുന്നേ പറ്റൂ. എങ്കിലേ ദൈവത്തിന്റെ മഹത്വം അനുഗ്രഹം എന്ത് ചെയ്തുള്ളൂ? പ്രാപിക്കുവാൻ കഴിയത്തുള്ളൂ. കർത്താവ് നമ്മളെ പരീക്ഷിക്കാൻ വിടത്തില്ല. നമ്മളെ ചില മോഹങ്ങളാണ് പലപ്പോഴും നമ്മളെ എന്ത് ചെയ്യുന്നത്? പരീക്ഷയിലേക്ക് തള്ളിയിടുന്നത്. അതിനാണ് നമ്മളെ ജീവിതത്തിലെ ചില കുറവുകളാണ് പലപ്പോഴും. ഇതൊന്നും എല്ലാവർക്കും ഇഷ്ടമല്ല. എല്ലാവർക്കും ഇഷ്ടം കുറവില്ലെന്ന് പറയുന്നത്. ഞാൻ ഏറ്റവും എൻ്റെ കുറവിനെ ഇഷ്ടപ്പെടുന്നവനാണ്. കുറവ് എനിക്കറിഞ്ഞാൽ ആ കുറവിനെ തിരുത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലാതെ ഞാൻ കുറവുള്ളവനല്ല, അയ്യോ ഞാൻ ശ്രേഷ്ഠനാണെന്ന് ഒരിക്കലും ഞാൻ പറയാറില്ല. ഞാൻ പലതിലും കുറവുള്ളവനാ, വീഴ്ചയുള്ളവനാ. ദൈവസ്ഥനെ ഇരിക്കുമ്പോൾ ഞാൻ ആദ്യം ഉടയ്ക്കുന്നതാ എന്തുവാ? കർത്താവെ, വാക്കിലെ, പ്രവൃത്തിയിലെ, ചിന്തകളിലെ, കൊടുക്കൽ വാങ്ങലെ ഞാൻ പൂർണ്ണനല്ല. എന്നിൽ വന്നുപോയ കുറവുകൾ, വീഴ്ചകൾ എൻ്റെ കർത്താവിനോട് ക്ഷമിക്കണം.
എന്നോട് ക്ഷമിക്കണം. ലോകത്തിലെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞു. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാ, ലോകത്തിലെ ഒന്നും വേണ്ട, ലോകമെല്ലാം ചപ്പും ചവറും എന്ന് പറഞ്ഞ ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങിയവരാ കഴിഞ്ഞ ദിവസം ഇലക്ഷന് വേണ്ടി ഫ്രണ്ട് ചെയ്യുന്നത്. ഇപ്പൊ എന്തോ അവർക്ക് ലോകം വേണം ഇല്ലയോ? അവർക്ക് ലോകം വേണം, ലോകത്തുള്ളത് വേണം. നമ്മൾ ലോകത്തെ ആശ്രയിക്കാൻ എന്താന്ന് പറഞ്ഞ് നിൽക്കുന്നത്. എന്നുപറഞ്ഞ കുടുംബം പോലും ഇല്ല, പൈസയോ മക്കളില്ല, അവർക്ക് വീട് വെക്കണ്ട, അവർക്ക് നാളെ അധികം ഉണ്ട്, ഇത് വേണ്ട, ഒന്നും വേണ്ട, അവരുടെ പേരിൽ ഒരു ബാങ്കിൽ പോലും വേണ്ട. അങ്ങനെ ദൈവത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചവരാണ് ഇന്ന് ലോകത്തിന്റെ പിന്നാലെ പോകുന്നത്. കാര്യം എന്തുവാ? ലോകം വേണം. അവരെ കർത്താവിന് ഇഷ്ടപ്പെടുവോ? കർത്താവിന് ഇഷ്ടപ്പെടുത്തില്ല. സ്തോത്രം. ഞാൻ ജീവിക്കുന്ന ദൈവദാസന്മാരെ, ജീവിക്കുന്ന ദൈവദാസിമാരെ, ദൈവിക്കുന്ന ദൈവ മക്കളെ ഏറ്റവും കൂടുതൽ ആദരിക്കുന്നവരും ബഹുമാനിക്കുന്നവരും സ്നേഹിക്കുന്നവരും അവർക്ക് വേണ്ട ബഹുമാനം കൊടുക്കുന്ന വ്യക്തിയാണ്. പക്ഷെ ജീവിക്കാത്ത ഒറ്റ ഓർമ്മത്തിന് ഞാൻ ബഹുമാനം കൊടുക്കത്തില്ല, ജീവിക്കാത്ത ഒറ്റ ഓർമ്മത്തെ ഞാൻ സ്വീകരിക്കത്തില്ല, ജീവിക്കാത്ത ഒറ്റ ഓർമ്മത്തെ ഞാൻ അംഗീകരിക്കുന്നുമില്ല. കാര്യം ഞാൻ അംഗീകരിക്കുന്നത് കർത്താവിനെ മാത്രം. കർത്താവിന് വേണ്ടി ജീവിക്കാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവരുടെ കാഴ്ചപ്പാട്, അവരുടെ ജീവിത സ്റ്റൈലുകൾ കാണുമ്പോൾ ആർക്കറിയാം, നമുക്ക് മനസ്സിലാവാൻ പറ്റും ഇത് ആർക്ക് വേണ്ടിയുള്ളതാണ്? കർത്താവിന് വേണ്ടി. സ്തോത്രം. ഞാന് സ്തോത്രം, എൻ്റെ മോള് +2 കഴിയുമ്പോഴേ സ്തോത്രം കാനഡയിൽ കടവും മേടിച്ച് തിരിച്ചും മറിച്ചും എല്ലാം ഇട്ട് എനിക്ക് വിടേണ്ട കാര്യമില്ല. എൻ്റെ മകളെ കാനഡയിൽ കൊണ്ടുപോകാൻ ദൈവത്തിന്റെ ഹിതമാണ്. ദൈവം കൊണ്ടുപോകും. അത് 1 രൂപ പോലും ചെലവില്ലാതെ കൊണ്ടുപോകും. അതാണ് എൻ്റെ ദൈവത്തിന്റെ പദ്ധതി. വട്ടപൂജ്യത്തിന് അത്ഭുതം ചെയ്യുമ്പോഴാ അതിന് അത്ഭുതം എന്ന് പറയുന്നത്. മറ്റേ നീ ഉണ്ടാക്കിയെടുത്ത അത്ഭുതമാണ്. കാര്യം എന്തോ? നിന്റെ മോഹമാണ്, നിന്റെ തലമുറയുടെ ഭാവി. അതിനെ കർത്താവ് മാനിക്കൂ. എന്നിട്ട് പറയും, ഞാൻ ദൈവദാസന, എന്റെ മോളെ ഇങ്ങനെ അംഗീകരിക്കാൻ പറ്റുമോ? അംഗീകരിക്കാൻ പറ്റുമോ? ഇല്ല, അംഗീകരിക്കാൻ പറ്റത്തില്ല. സ്തോത്രം. പിന്നെ വരും കുറച്ചു നാൾ കഴിയുമ്പോൾ പുതിയൊരു തന്ത്രമായിട്ട് വരും. കാര്യം എന്തുവാ? ഞാൻ അവളെ കെട്ടിച്ചേക്കുന്ന ഒരു പാസ്റ്ററുമാണ്. കാര്യം എന്തുവാ? പാസ്റ്ററാണെങ്കിൽ അവള് എവിടെ കാണണം? സുവിശേഷ വേല കാണണം. അവള് ജോലിയും ചെയ്യും, അവൻ സുവിശേഷ വേല കാണത്തില്ല. പ്രൈസലോ. അവൻ എന്ത് ചെയ്യും? അവളെ എന്ത് ചെയ്യാൻ പോവുക? അവളുടെ കുടുംബത്തിന്റെ മറ്റുള്ള കാര്യം ചെയ്യണം. അതിനെയാണ് സുവിശേഷ വേല എന്ന് പറയുന്നത്. സുവിശേഷ വേല എന്ന് പറഞ്ഞാൽ പറയുന്ന ദൈവമക്കളെ കുഞ്ഞുങ്ങളെയൊന്നും അല്ല, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഭയപ്പെടേണ്ടതാ. ദൈവനാമത്തിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോ നീ ഭയത്തോട് ചെയ്യേണ്ടതാ സുവിശേഷ വേല. ആരെ ചെയ്യുന്നേ? ലോകരക്ഷിതാവിന്റെ നാമത്തിൽ അറിയിക്കുന്നവനാ നീ. ലോകരക്ഷിതാവിന്റെ റെപ്രസെന്റീവാ നീ, അംബാസഡറാ നീ. നിന്നെ നോക്കിയ ലോകരക്ഷിതാവിനെ മറ്റുള്ളവർ നോക്കുന്നത്. അപ്പൊ നീ എന്ത് ചെയ്യണം? ആ ഭയത്തോടായിരിക്കണം നിൽക്കേണ്ടത്, വിറയലോടെ നിൽക്കേണ്ടത്. ലോകരക്ഷിതാവിനെ ഉയർത്തേണ്ടവനാണ് നീ, അല്ലാതെ ദൈവനാമത്തെ ദുഷിക്കേണ്ടവനല്ല. അടുത്തത് കണ്ടോ? മോഹം ധരിച്ചിട്ട് പാവത്തെ എന്ത് ചെയ്യുക? പ്രസവിക്കുക. ആ വാക്ക് ഭയങ്കര ഇതാ. സ്തോത്രം. ഭാര്യ ഭർത്താവ് ഒന്നിക്കുമ്പോ ദൈവത്തിന്റെ ആത്മാവ് പറയാൻ ദൈവത്തിന്റെ ഗിഫ്റ്റ് പ്രകാരം തലമുറ കൊടുക്കും, തലമുറയെ പ്രസവിക്കും. അടുത്തത് പറയുക, പാവം നിറഞ്ഞ് മോഹം നിറഞ്ഞ് അവൻ എന്ത് ചെയ്യുക? പാവത്തെ പ്രസവിക്കുന്നു. അതിന്റെ ശമ്പളം എന്തുവാ? മരണം. അതിന്റെ ശമ്പളം മരണം. സ്തോത്രം. ദൈവവചനത്തിനകത്ത് പറയുന്ന ഒരു കാര്യം. സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ചിന്തിച്ചു. സ്തോത്രം. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു അടുത്ത സുഹൃത്തിന്റെ അനിയൻ, സ്തോത്രം, 10-40 വയസ്സേ ഉള്ളൂ, ലോകത്തൊന്ന് മാറ്റപ്പെട്ടു. അവന്റെ അനിയനാണെങ്കിലും സ്തോത്രം, നമ്മളും അവനെ എൻ്റെ സുഹൃത്തിനെ പോലെ ഞാൻ സ്നേഹിച്ചു. ഞാനുമായിട്ട് നല്ല ബന്ധമായി. അനിയനെ പോലെ അല്ല, അവനെ മറ്റവനെ കാണുന്ന പോലെ ഇവനെ കണ്ടേ, അത്രയ്ക്ക് സഹകരണമായി. അപ്പൊ ഇന്നലെ എന്നോട് അവൻ പറഞ്ഞു, സ്തോത്രം, എൻ്റെ സുഹൃത്ത് പറഞ്ഞു, അവൻ ഈ 10-40 വയസ്സുകൊണ്ട് അവൻ ഉണ്ടാക്കേണ്ടതെല്ലാം ഉണ്ടാക്കി. നല്ല വീടുണ്ടാക്കി. സ്തോത്രം. ഭാര്യയുടെ വീട്ടുകാര് വലിയ സമ്പത്തൊന്നും ഇല്ലായിരുന്നു. അതിനെ കല്യാണം കഴിച്ചതിന് ഭയങ്കര വിഷയങ്ങളുണ്ടായിരുന്നു നിങ്ങളുടെ കുടുംബത്തിനകത്ത്. പലരും മാറി നിന്നതായിരുന്നു. പക്ഷെ ഇവൻ സമ്പത്തുണ്ടാക്കി. ഇവന്റെ ആയിട്ടൊരു സ്റ്റാൻഡ് ആയപ്പോൾ ഈ ബന്ധുക്കളും സ്വന്തക്കാരെല്ലാം വന്ന് അടുക്കാൻ തുടങ്ങി. അവന് അവന്റെ ആയിട്ടൊരു സ്ഥാനം കൊടുത്തു. അവൻ എന്ന് പറഞ്ഞാൽ സ്ഥാനം കൊടുത്തേ പറ്റൂ. എന്തുവാ? അവൻ അത്രയ്ക്ക് എന്ത് സാമ്പത്തികമായി ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാക്കി. അവനൊരു സ്ഥാനമാനത്ത് വന്നു. ഒരു അറ്റാക്കില്ല സൗദി വെച്ച്
മരിച്ചത്. 1 മാസം കഴിഞ്ഞ് ബോഡി കൊണ്ടുവന്നു. കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന് അടക്കിയത് 1 മാസമായി. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞ അവയെല്ലാം ഉണ്ടാക്കി. പക്ഷെ അവന്റെ 4 വയസ്സുള്ള കൊച്ച് ഒരു മോനുണ്ട്, പിന്നെ 2 വയസ്സും മൂത്തുള്ളൊരു മോളും ഉണ്ട്. ആ കുഞ്ഞുങ്ങൾക്ക് ഇല്ലാതായി ഇല്ലയോ? ഇതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് അവന് അനുഭവിക്കാൻ പറ്റിയോ? അവന്റെ ഭാര്യയോടോ മക്കളോടൊപ്പം അവന് അനുഭവിക്കാൻ പറ്റിയോ? അത് തന്നെ ദൈവവചനം പറയുന്നു. ഒരുവന് എല്ലാ വർഷത്തിന്റെ കാട്ടി സമ്പത്ത് ഈ വർഷം കൂടി. ഒരു ധനവാൻ അവനോടനെ പറഞ്ഞു, എന്റെ കളപ്പുര ഞാൻ പൊളിക്കാൻ പോവാ, വലുതാക്കാൻ പോവാ, അതെല്ലാം അങ്ങോട്ട് കൂട്ടി വെക്കാൻ പോവുക. കൂട്ടി വെച്ചിട്ട് അവനോട് തന്നെ പറയുക, ഞാൻ ഇനി അങ്ങോട്ട് ആസ്വദിക്കാൻ പോവുക. അപ്പോൾ കർത്താവ് അടുത്ത കാര്യം കർത്താവ് പറയുക, വചനത്തിനകത്ത് പറയുക, എടാ മൂട, ഇന്ന് രാത്രി ഇതിന്റെ പ്രാണനെയും ഞാൻ എടുത്താൽ നീ പിന്നെ ഇതെങ്ങനെ അനുഭവിക്കും? അപ്പൊ ഇതെല്ലാം ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അനുഭവിക്കുവാൻ, അതും അന്തസ്സോട് അനുഭവിക്കുവാൻ, മാന്യതയോട് അനുഭവിക്കുവാൻ എന്ത് വേണം? ചിലവർക്ക് എല്ലാം സമ്പത്ത് കാണും. ആ കുടുംബത്തിനകത്ത് ഒരു മാന്യതയും കാണത്തില്ല, പുറത്ത് പറയാൻ ഒരു അഡ്രസ്സും കാണത്തില്ല. അവർക്ക് അധികാരം കാണും, പണം കാണും, എല്ലാം കാണും. അതുകൊണ്ട് എന്തുണ്ട്? അതെല്ലാം ഉണ്ടായിട്ട് വല്ല കാര്യമുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? ഇപ്പോഴത്തെ സ്തോത്രം മന്ത്രിയായിരിക്കുന്ന ഗണേഷ് കുമാറിന് എല്ലാം ഉണ്ടായിട്ട് എന്ത് കാര്യം? ഒരു നല്ല പേര് എവിടെയെടുത്തും ഇല്ല. സ്തോത്രം. സ്വന്തം നാട്ടിൽ പോലും ഒരു നല്ല പേരില്ല. ഒരുപാട് ഭാര്യമാര്. സ്വന്തം അപ്പം തന്നെ പറഞ്ഞു, എന്റെ മോനാന്ന് പോലും പറയാൻ എനിക്ക് നാണൊക്കെയാണ്. വലിയ പൊങ്ങി നടക്കുക. സ്തോത്രം. ഈ പ്രസംഗം കേട്ടോണ്ടിരിക്കുന്നവരും ഇപ്പോഴത്തേക്കും ചിരിച്ചുകൊണ്ടാണ് കേട്ടോണ്ടിരിക്കുന്നത്. ഇദ്ദേഹം ഓർക്കുന്ന കൈ അടിക്കുന്നതല്ല ഇദ്ദേഹത്തിനെയാണ്. സ്തോത്രം. ഞാൻ ഓർക്കുക, സാക്ഷ്യം വേണം. നിനക്ക് പണമൊന്നും ഇല്ലയോ? നിന്റെ കുടുംബത്തെ കുറിച്ച് എന്തുണ്ടാവണം? ഒരു സാക്ഷ്യം വേണം. എന്റെ തലമുറയെ കുറിച്ച് ഒരു സാക്ഷ്യം വേണം. സ്തോത്രം. എന്റെ അപ്പൻ പാപം ചെയ്തിട്ടുണ്ട്. ആ പാപം എന്റെ അവസാനം വരെ എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കും. ആ അപമാനം വേട്ടയാടിക്കൊണ്ടിരിക്കും. എന്റെ കുടുംബത്തിനകത്ത് എന്ത് വേണം? ഒരു സാക്ഷ്യം വേണം. അതുകൊണ്ട് ഞാൻ പലർക്കും പറയുന്നത്, ദൈവവചനം പ്രസംഗിക്കാൻ കേട്ടിട്ടവന്റെ കേട്ടാവും. കാണുന്ന സിനിമാക്കാരന്മാരെ, കാണുന്ന രാഷ്ട്രീയക്കാരും കേട്ടേണ്ട സ്ഥലമല്ല ദൈവസ്ഥനം. ദൈവസന്നിധി എന്ന് പറയുന്നത് ഭയപ്പെടേണ്ടതാ. ദൈവത്തെ ഏറ്റെടുക്കുന്നവൻ, ദൈവത്തെ ഉയർത്തുന്നവനും പറയാനുള്ള സ്ഥലമാണ് ദൈവസന്നിധി. ഇവിടെ വന്നിരുന്ന് അവന്റെ കോനാമ്പിച്ച കേൾക്കാനല്ല ദൈവമക്കൾ വന്നിരിക്കുന്നത്. ദൈവമക്കൾ വില കൊടുത്തിട്ടായിരിക്കുന്നത്. ആർക്കാ? യേശു ക്രിസ്തുവിന് വില കൊടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഇതിനെ ഒന്ന് സ്വീകരിക്കാൻ പറ്റാത്തത്. ഹല്ലേലൂയ. സ്വീകരിക്കാൻ പറ്റാത്തത്, ഇതിനെ ഒന്ന് അംഗീകരിക്കാൻ പറ്റാത്തത്. ഇവര് നമ്മളെ അംഗീകരിക്കണ്ട, നമ്മൾ ഇവരെ അംഗീകരിക്കുന്നില്ല. നമ്മൾ അംഗീകരിക്കുന്ന ഒറ്റ ഒരാളെ ഉള്ളത് യേശുവിനെയാണ്. യേശു എന്നെ അംഗീകരിച്ചാൽ മതി. അതായിരിക്കണം ദൈവമക്കളെ കാഴ്ചപ്പാട്. നാട്ടുകാരോ ബന്ധുക്കളോ സ്വന്തക്കാരോ ഒന്നും എന്നെ അംഗീകരിക്കേണ്ട ആരാ? യേശുവാ. ഞാൻ യേശുവിനെ അംഗീകരിക്കുന്നത്. എന്റെ യേശു എന്നെ അംഗീകരിച്ചാൽ മതി. അങ്ങനെ ഉണ്ടെങ്കിൽ നിന്റെ അംഗീകാരം നീ ചിന്തിക്കുന്നതിന് അപ്പുറത്തേക്ക് ആര് കൊണ്ടുപോകും? കർത്താവ് കൊണ്ടുപോകും. പാപത്തെ. സ്തോത്രം. ചിലർ പറയും, ഒരു ലോകത്തിന്റെ അധികാരിയായിരിക്കുന്ന പാപം ചെയ്യുന്നവൻ എന്റെ കൂട്ടുകാരനാണെന്ന് പറയാൻ ചിലവർക്ക് ഭയങ്കര. അതിന്റെ അർത്ഥം ഇതാ പറയുന്നത്. എന്തുവാ? പാപത്തെ ഗർഭം ധരിച്ച് മോഹം കൊണ്ട് എന്ന് പറഞ്ഞാൽ എന്റെ കൂട്ടുകാരനാണെന്ന് പറഞ്ഞ് എനിക്ക് അന്തസ്സ. ആ മോഹം തന്നെ എന്ത് ചെയ്യുക? പാപത്തിലേക്ക് കൊണ്ടുപോവുക. ദൈവവചനം ഒരിക്കലും പാപത്തിന് കൂട്ടു നിൽക്കുന്നതല്ല. ദൈവവചനം ആണോ? വ്യഭിചരിക്കുന്നവന് കൂട്ടു നിൽക്കുന്നതാണോ ദൈവവചനം? കള്ളന് കൂട്ടിയിരിക്കുന്നതാണോ ദൈവവചനം? പാപം ചെയ്യുന്നവനെ കൂട്ടിയിരിക്കുന്നതാണോ ദൈവവചനം? ഒരിക്കലുമല്ല. ദൈവവചനം ഇതിന് കൂട്ടു നിൽക്കത്തില്ല. അതുകൊണ്ടാണ് പറഞ്ഞ രാഷ്ട്രീയക്കാർക്കോ സിനിമാക്കാർക്കോ വന്നു കയറാനുള്ള സ്റ്റേജ് അല്ലത്. ഇത് ദൈവം നീതീകരിക്കുന്ന സ്റ്റേജാ. ഇത് പാപത്തെ ബോധ്യപ്പെടുത്തുന്ന സ്റ്റേജാ. പാപമില്ലാത്തവനെ നിൽക്കേണ്ട സ്റ്റേജാ. പാപത്തിൽ നിന്ന് പുറത്തു വരുന്നവരുടെ സ്റ്റേജാ. ആമേൻ. രക്ഷ പ്രാപിക്കുന്ന സ്റ്റേജാ. ഈ സ്റ്റേജിനകത്ത് പാപിയെ കൊണ്ടുവന്ന് നിർത്തി അവന്റെ പാപത്തിനോടൊപ്പം യേശു ക്രിസ്തുവിനെ നിർത്തി പ്രസംഗിക്കാനുള്ള സ്റ്റേജ് അല്ലത്. ദൈവത്തെ ഭയപ്പെടേണ്ട സ്റ്റേജാണ്. സ്തോത്രം. ദൈവത്തെ ഭയപ്പെടേണ്ട സ്റ്റേജാണ്. അപ്പോഴേ പാപം ധരിച്ച് ഗർഭം ധരിച്ച് എന്റെ മോഹത്തിലാ എന്ത് വന്നേ? പാപം വന്നത്. നിന്റെ മോഹത്തിലാ എന്ത് വന്നത്? പാപത്തെ നീ ഗർഭം ധരിച്ചത്. ആ ഗർഭം ധരിച്ച് പിന്നെ നീ എന്ത് ആവാൻ പോവാ? ഒന്ന് വായിരാ വാക്യം. പാപത്തെ
പ്രവർത്തിക്കുന്നു, പാപം മുഴുത്തിട്ട് മരണത്തെ പേറുന്നു. അപ്പൊ നമ്മളായി നമ്മൾ തന്നെ മേടിക്കുന്നത് ആണോ? നമ്മൾ ചെയ്തതിനുള്ളത് ശിക്ഷ ആരാ മേടിക്കുന്നത്? നമ്മൾ തന്നെ, നമ്മൾ ചെയ്തിട്ടാ മേടിക്കുന്നത്. അതുകൊണ്ട് കർത്താവ് നമ്മളെ പരീക്ഷിച്ചെന്ന് പറയാം. കർത്താവ് പരീക്ഷിക്കുന്ന ദൈവമല്ല, കർത്താവ് സ്നേഹിക്കുന്ന ദൈവമാണ്. പരീക്ഷയിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്ന ദൈവമാണ്. പരീക്ഷയിൽ അകപ്പെടാതെ കാത്തു സൂക്ഷിക്കുന്ന ദൈവമാണ്. ദൈവം തന്നെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ആ ദൈവത്തെ ആര് വിളിക്കുന്നത്? ഞാനും എൻ്റെ ദൈവവും ഞാനും എൻ്റെ കുടുംബവും വിളിക്കുന്നത്. എങ്കിൽ എൻ്റെ ദൈവം നിശ്ചയമായി ആരെ അനുഗ്രഹിക്കും? സ്തോത്രം. ഞാൻ ഒരു ഭാഗത്തിലേക്ക് വന്നിട്ട് എൻ്റെ ബാക്കി ഒരു ഭാഗത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാം. സ്തോത്രം. ഇല്ല, അതിന്റെ രണ്ട് വാക്യോടൊന്ന് വായിക്കാം. പ്രിയ അമികാല സ്തോത്രം. ദൈവമക്കളെ, നിങ്ങൾ എന്ത് ചെയ്യല്ലേ? വഞ്ചിക്കപ്പെടരുത്. പ്രിയമുള്ളവരെ, നിങ്ങൾ വഞ്ചിക്കപ്പെടരുത്. സ്തോത്രം. നല്ലതെല്ലാം ദൈവത്തിൽ നിന്ന് വരുന്നു, ചീത്തയെല്ലാം ലോകത്തിൽ നിന്ന് വരുന്നു. ഇതിനെ വേർതിരിച്ച് ജീവിക്കാൻ ആര് പഠിച്ചോണം? നിങ്ങൾ പഠിച്ചോണം. സ്തോത്രം, സ്തോത്രം. ഒരു വാക്യത്തിലേക്ക് ഒന്ന് വരാം. സ്തോത്രം. അതിന്റെ സ്തോത്രം 2 രാജാക്കന്മാരിലേക്ക് ഒന്ന് വരാം. രണ്ട് രാജാക്കന്മാർ സ്തോത്രം 5-ാം അധ്യായത്തിനകത്ത് സ്തോത്രം. ആ വാക്യങ്ങൾ 1 മുതൽ വായിക്കാം. ഇത് നമ്മൾ വായിച്ച വചനങ്ങളാണ്, നമ്മൾ കേട്ട വചനങ്ങളാണ്. എങ്കിലും ഒരു ദൈവ പൈതലിന്റെ പവർ എന്ന് പറഞ്ഞാൽ, ഇന്ന് പല ദൈവദാസന്മാരും ദൈവമക്കളും അവരുടെ വില അറിയാതെ അവർ ഓടുക. അവരെ ആരെ എങ്ങനെ സ്വീകരിക്കണമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഈ സ്വീകരിക്കുന്ന വ്യക്തി അവരെ ആ രീതിയിലാണ് കാണുന്നത്. അവരെ ഓർത്തേക്കുന്ന ഇതെല്ലാം എന്തുവാ? കുഞ്ഞു കളിക്കേണ്ട മാർഗമാണ്. എല്ലാ ദൈവദാസന്മാരും, എല്ലാ പാസ്റ്റർമാരും, എല്ലാ അച്ഛന്മാരും എല്ലാം ഒരേ സ്വഭാവമാണ്. ഇല്ല, ഇതിനകത്തൊന്നും ഉൾപ്പെടാത്ത അനേക ദൈവദാസന്മാരുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് സഭ എന്ത് ചെയ്യുന്നത്? നിലനിൽക്കുന്നത്. സ്തോത്രം. അടുത്ത വായിക്കാം. ആ ഒരു മിനിറ്റ്. ആറാം രാജാവ് ഇസ്രായേൽ രാജാവിലേക്ക് അയക്കുക. അവിടെ ഒരു പ്രവാചകനുണ്ട്. ആ പ്രവാചകനെ എടുത്ത് ചെന്ന് കഴിഞ്ഞാൽ എന്ത് മാറും? ഇവന്റെ കുഷ്ഠം മാറും. രാജാവിന്റെ മന്ത്രിസ്ഥാനമാണ്. രാജാവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ആളാണ്. കാര്യം ആ രാജ്യത്തിന്റെ പല ജയത്തിനും മുന്നിൽ ആരാ നിൽക്കുന്നത്? നയമാൻ. പക്ഷെ നയമാൻ ഒരു കുറവുണ്ട്. നയമാൻ പലതിനും കഴിവുള്ളവനാണ്. പക്ഷെ നയമാൻ എന്തുണ്ട്? കുഷ്ഠമുണ്ട്. ഒരു വെള്ള കുഷ്ഠം. അത് വെളിപ്പെടുന്ന കുഷ്ഠമാണ്, പുറത്ത് കാണിക്കുന്ന രീതിയിലുള്ള കുഷ്ഠമാണ്. അപ്പൊ ആ കുഷ്ഠത്തിൽ നിന്ന് വിടുതൽ കിട്ടുവാൻ വേണ്ടി ഇസ്രായേൽ ജനത്തിനകത്ത്, ഇസ്രായേൽ കൂട്ടത്തിനകത്തുള്ള പെൺകുട്ടിയെ പിടിച്ചു കൊണ്ടുപോകുമ്പോൾ ആ പെൺകുട്ടി അവിടുത്തെ വീട്ടിൽ ജോലി ചെയ്യുമ്പോൾ അവള് പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ എന്തുണ്ട്? ഒരു പ്രവാചകനുണ്ട്. സ്തോത്രം. പ്രവാചകനുണ്ട്. അവിടെ ചെന്നാൽ എന്ത് മാറും? ഈ കുഷ്ഠം മാറും. അങ്ങനെ ഇസ്രായേൽ രാജാവിനെ കാണാൻ വേണ്ടി നയമാനെ അയക്കുമ്പോ സ്തോത്രം, നയമാൻ വെറും കൈയോടല്ല വരുന്നത്. രാജാവ് അയക്കുന്നത് വലിയ ആഡംബരത്തോടെ, ആഡംബര വസ്തുക്കളോടെ, പണങ്ങളോട്, അമികാല സ്വർണങ്ങളോട് എല്ലാം ആരെ അയക്കുന്നത്? നയമാനെ അയക്കുന്നത്. അതിന്റെ എണ്ണമാ വായിക്കുന്നത്. ഒന്ന് വായിക്കും, കുറച്ച് വായിക്കാം. ആ 10 താലന്ത് വെള്ളിയും 600 ശെക്കൽ പൊന്നും 10 വിശിഷ്ടമായ വസ്ത്രങ്ങളും എടുത്തുകൊണ്ട് പുറപ്പെട്ടു.
പറയുക, 10 ശെക്കൽ അമികാലിലെ വെള്ളിയും 60 ശെക്കൽ പൊന്നും അമികാലിലെ സ്തോത്രം വിശിഷ്ട വസ്ത്രങ്ങൾ 10 എടുത്തുകൊണ്ട് പുറപ്പെട്ടു. സ്തോത്രം. ആരെ കാണാൻ വരുവോ? ഇസ്രായേൽ രാജാവിനെ കൊണ്ടുകൊടുക്കും. ഇസ്രായേൽ രാജാവിന്റെ അവിടെ ചെന്നാൽ മതി എന്നാ പറയുന്നത്. ആരെടുത്ത് ചെല്ലണമെന്നല്ല പറഞ്ഞേക്കുന്നത്. ഇസ്രായേൽ രാജാവിന്റെ അടുത്ത് ചെന്നാൽ മതി, ഇത് കൊണ്ട് കൊടുത്താൽ മതി. എന്ത് മാറും? കുഷ്ഠം മാറും. വെറും കൈയോടല്ല പോകുന്നത്. സ്തോത്രം. വലിയ ഒരു സ്വത്തോടാ വരുന്നത്, വലിയൊരു പണത്തോടാ വരുന്നത്. സ്തോത്രം. ഇന്ന് പലരും വീട് പോകുന്ന ഇതിലാ. പല അധികാരം കാണുമ്പോൾ ഇവരെ കമ്പനി അടിക്കാം, നല്ലതാ, 4 പേര് അറിയും. ഈ അധികാരം 4 പേര് അറിയുന്നത് നിന്റെ നാമത്തിൽ, നീ വിളിച്ചപേക്ഷിക്കുന്ന കർത്താവിന്റെ നാമത്തിൽ നിന്റെ കുടുംബത്തെ ദുഷിക്കുന്ന രീതിയിലാണ്. ആ ദുഷിക്കുന്നവരെ എന്ത് ചെയ്യല്ലേ? ഇല്ലേ പഴയ ആൾക്കാർ പറയും, ആ വാക്ക് ഞാൻ ഉപേക്ഷിക്കുന്നില്ല. ആമികാല സ്തോത്രം. ഒരാളെ ചുമന്നു കഴിഞ്ഞാൽ ചുമന്നവനോട് നാളും എന്ന് പറഞ്ഞാൽ, നാറ്റം വെച്ചവനെ ചുമന്നാൽ ആ നാറ്റം വെച്ചവനെ ചുമക്കുന്നവനെ എന്ത് ചെയ്യും? നാറ്റം വെക്കും. അതുകൊണ്ട് നമ്മൾ സ്വീകരിക്കണം. എങ്ങനെ സ്വീകരിക്കണം? കർത്താവിനെ എങ്ങനെ സ്വീകരിക്കണം? നമ്മുടെ സഭയുടെ ഉയർച്ചയിൽ അല്ലെങ്കിൽ നമുക്ക് നാളെ എന്തെങ്കിലും ചെയ്യാനുള്ള കഴിവും അധികാരവും ഒന്നും ഇവരൊന്നും വേണ്ട. നമുക്ക് ഇന്നടുത്ത് മീറ്റിംഗ് വെക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചാൽ ആ സമയത്ത് ആര് വെച്ചോളും? ദൈവം വെക്കും. ഇന്നടുത്ത് സഭ കൊണ്ടുപോകണമെന്ന് ദൈവം വെച്ചാൽ ദൈവം പണിതിരിക്കും. അതിനെ തടയാൻ ആരെയും കൊണ്ട് കഴിയത്തില്ല. ഇവരുടെ ഒരു ആശ്രയവും വേണ്ട. ആരുടെ ആശ്രയം മതി? കർത്താവിന്റെ ആശ്രയം മതി. എന്റെ കൂടെ കർത്താവ് ആ യുദ്ധത്തിന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? നിശ്ചയമായി അതിനെ ജയിക്കും. അത് പലപ്പോഴും പല ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും എന്ത് ചെയ്യുന്നില്ല, സഭകൾക്കും അറിയുന്നില്ല. അതുകൊണ്ട് ഇവരെ താങ്ങുന്നത്. സ്തോത്രം. അടുത്തത് ഇസ്രായേൽ രാജാവിന് അറിയത്തില്ല എന്ത് ചെയ്യണമെന്ന്. ഇസ്രായേൽ രാജാവ് ഈ കത്തുമായിട്ട് വരുന്ന കണ്ടപ്പോഴേ ഇസ്രായേലിന്റെ വസ്ത്രം കീറി. കാര്യം എന്തുവാ? ഇവ ഇനി അടുത്ത പ്രൊട്ടക്ഷനുമായിട്ട് വരുന്നു, യുദ്ധത്തിനുള്ള പ്ലാനുമായിട്ട് വരിക, ചെറിയ കാരണങ്ങൾ കൊണ്ടുവരിക. എനിക്ക് കുഷ്ഠം മാറ്റുക. എന്റെ പരിപാടിയൊന്നും അല്ല ഈ കുഷ്ഠം മാറ്റുന്ന പരിപാടി. എനിക്കറിയത്തുമില്ല. പക്ഷെ രാജ്യത്തിനകത്ത് കിടക്കുന്ന ഒരാളെ ആരറിയുന്നില്ല? ഇസ്രായേൽ രാജാവ് അറിയുന്നില്ല. പക്ഷേ അന്യ രാജ്യത്തിലെ രാജാവ് അറിയുന്നു. ഈ രാജ്യത്തിനകത്ത് കിടക്കുന്നവന്റെ പ്രകാശം എന്തുവാണെന്നും കഴിവെന്തുവാണെന്നും ശക്തി എന്തെന്നും അവന്റെ രാജ്യത്തിന് അറിയുന്നില്ല. അതേപോലെ പ്രിയ ദൈവമേ, നിന്റെ ഭവനത്തിൽ നിന്റെ പ്രാർത്ഥനയുടെ ശക്തി എന്തെന്നോ അല്ലെങ്കിൽ നീ എന്തെന്നോ നിന്റെ ഭവനത്തിലുള്ളവരോ ചുറ്റുവട്ടമുള്ള കുടുംബത്തിലോ ബന്ധുമിത്രാദികൾക്കോ അറിയത്തില്ല. പക്ഷെ ദൈവത്തിന് അറിയാം നിന്റെ പ്രാർത്ഥനയുടെ പവർ. ആമേൻ എന്ന് പറഞ്ഞാൽ നിന്റെ ദേശത്ത് വസിക്കുന്ന അന്ധകാരത്തിന് അറിയാം നിന്റെ പ്രാർത്ഥനയുടെ ഫലം, നിന്റെ പ്രാർത്ഥനയുടെ ശക്തി എന്തുവാണെന്ന്. അതുകൊണ്ട് അവൻ ഭയപ്പെടുന്നത്. പക്ഷെ നിന്റെ കൂടെ ഉള്ളവർക്ക് നിന്നെ പറ്റി പലപ്പോഴും മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് അതിലാ വിഷമവും. എന്തുവാ? ഈ കൂടെ ഉള്ളവർ നമ്മളെ മനസ്സിലാക്കുന്നുണ്ട്. കൂടെ ഉള്ളവരല്ല മനസ്സിലാക്കേണ്ടത്. ആരാ മനസ്സിലാക്കേണ്ടത്? കർത്താവ് യേശുവിനെ മനസ്സിലാക്കേണ്ടത്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, നമുക്ക് മാന്യത തന്ന കർത്താവാണെങ്കിൽ ആ മാന്യത തന്ന കർത്താവിനെ ഭയപ്പെട്ടാൽ മതി, അല്ല ലോകത്തെയാണ് നീ ഭയപ്പെടുന്നത്. ഇസ്രായേലിലെ രാജാവിന് അറിയത്തില്ല അവിടെ കിടക്കുന്ന ഒരാളെ പവർ എന്തുവാണ്. അടുത്തത് സ്തോത്രം. എലീശ ഇത് കേട്ടപ്പോ ഇസ്രായേൽ ജനത്തിന്റെ ഇസ്രായേൽ രാജാവ് ഈ കാണിക്കുന്ന പൊട്ടത്തരമെല്ലാം എലീശ കേട്ടപ്പോ എലീശ എന്ത് ചെയ്തു? ഇസ്രായേൽ രാജാവിന്റെ അടുത്തോട്ട് ആളയച്ചു. നീ എന്തിനാ ഈ ഭാരപ്പെടുന്നത്? അവനെ എന്റെ അടുത്തേക്ക് അയക്കുക. അവൻ ആരെ തേടി വന്നതാ? എന്നെ തേടി വന്നത്. സ്തോത്രം. ഇന്ന് ചിലവർക്ക് എവിടെ തേടി പോകണമെന്ന് അറിയത്തില്ല. സ്തോത്രം. എന്താ തേടണ്ടെന്ന് അറിയത്തില്ല. ഇതെല്ലാം ആ പ്രശ്നം. പ്രൈസലോ. ഇന്ന് ദൈവത്തിന് വേണ്ടി ജീവിക്കണമെങ്കിൽ വിശുദ്ധിയും വേർപാടുമുള്ള ഒരു ജീവിതം ഉള്ള ഒരു ദൈവ പൈതലിന് മാത്രമേ ആർക്ക് വേണ്ടി ജീവിക്കാൻ പറ്റൂ? ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ പറ്റൂ. പേര് കൊണ്ട് ക്രിസ്തുവിന്റെ അനുയായിയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പ്രവൃത്തി കൊണ്ട് നീ എന്ത് ചെയ്യണം? ക്രിസ്തുവിന്റെ അനുയായിയാവണം. എങ്കിൽ മാത്രമേ അതിന് പ്രയോജനമുള്ളൂ. ഞാൻ ദൈവമക്കളെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ ജീവിതത്തിനകത്ത് ജീവിക്കണം. ആർക്ക് വേണ്ടി? ക്രിസ്തുവിന് വേണ്ടി വേർവിട്ട് ജീവിക്കണം. കാരണത്തെല്ലാം പോവുകയും വരികയും എല്ലാം ചെയ്തിട്ട് ഞാൻ ക്രിസ്തുവിന്റെ എന്ന് പറഞ്ഞാൽ നടക്കത്തില്ല.
ക്രിസ്തുവിന് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നതെന്ന് വേർവിട്ട ജീവിതം എനിക്ക് ഉണ്ടാവണം. അതുകൊണ്ടാണ് ഞാൻ പരീക്ഷയിൽ ആവപ്പെട്ടത്, അതുകൊണ്ടാണ് ഇവരെന്നെ പരീക്ഷിക്കുന്നത്, അതുകൊണ്ടാണ് ഇവരെന്നെ അപമാനിക്കുന്നത്. പക്ഷെ ഇതെല്ലാം ആർക്ക് വേണ്ടിയാ? എന്റെ കർത്താവിന് വേണ്ടിയാ. എന്റെ കർത്താവ് എനിക്ക് സഹിച്ചതിന് ഇതിനപ്പുറത്തത് എന്റെ കർത്താവ് എനിക്ക് വേണ്ടി സഹിച്ചത്. അതേപോലെ ഇതിനപ്പുറത്തെ അനുഗ്രഹം എന്റെ കർത്താവ് തരാൻ പോവുക. അതിനു വേണ്ടിയാ ഈ കഷ്ടവും പ്രതികൂലം എനിക്ക് വന്നതെന്ന് മനസ്സിലാക്കുന്ന ദൈവമക്കൾ ഭാഗ്യവാന്മാർ. അവരൊരിക്കലും ഇതെനിക്ക് കഷ്ടമാണെന്ന് പറയുന്നത്, പ്രതികൂലമാണെന്ന് പറയുന്നത്, പ്രയാസമാണെന്ന് പറയുന്നത്. എല്ലാവരും ധാരണ ഞാൻ ഓക്കെയാ, പിന്നെന്തുകൊണ്ട് എന്റെ കുടുംബത്തിൽ വന്ന്? ഇല്ല ദൈവമക്കളെ, നമ്മൾ ഓക്കെ അല്ല, നമ്മൾ ചിലത് ഉണ്ട്. അത് കളയാതെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് എന്ത് വരത്തില്ല? ദൈവത്തിന്റെ മഹത്വം കയറത്തില്ല, ദൈവത്തിന്റെ മഹത്വം എന്ത് ചെയ്യത്തില്ല? വെളിപ്പെടത്തില്ല. സ്തോത്രം. പിന്നെ ചില പിരീഡുകൾ വെച്ചിട്ടുണ്ട് ചില വിഷയത്തിന്. ആ പിരീഡ് നീ അനുഭവിക്കാൻ തയ്യാറായാൽ മാത്രമേ വലിയൊരു നേട്ടത്തിലേക്ക് ആര് കൊണ്ടുവരത്തുള്ളൂ? കർത്താവ് കൊണ്ടുവരത്തുള്ളൂ. ചില പിരീഡുകളുണ്ട്, ചില പ്രയാസങ്ങളുണ്ട്, ചില പരദേശീയ വാസമുണ്ട്, ചില പ്രതികൂലത്തിന്റെ അവസ്ഥകളുണ്ട്. ഇതെല്ലാം ജീവിച്ച് കയറി വന്നാലേ ദൈവം നിന്നെ വാക്തത്വത്തിലേക്ക് മാനിക്കപ്പെടുന്ന രീതിയിലേക്ക് നിന്റെ തലമുറയിൽ കൊണ്ടുവരത്തുള്ളൂ. സ്തോത്രം. അടുത്ത വാക്യം. ഒരു കാര്യം ഞാൻ പറയട്ടെ ദൈവമക്കളെ, ജീവിക്കുന്ന ദൈവദാസനെ ഒരുത്തരും തൊടാൻ പറ്റത്തില്ല, ജീവിക്കുന്ന സമയം തൊടാൻ പറ്റത്തില്ല. തൊട്ടെങ്കിൽ അവൻ അതിന്റെ പൊള്ളലേക്കും, വേദന അനുഭവിക്കും. നീ വിളിക്കുന്നുമ്പോ ചാടിത്തിരിഞ്ഞ് നിനക്ക് വേണ്ടി വന്ന് ഓട്ട് പിടിക്കാനും അല്ലെങ്കിൽ നിനക്ക് വേണ്ടി എന്ത് കാര്യത്തിനും കൂടെ നിൽക്കുന്ന മ്ലേച്ഛമായ നിൽക്കുന്ന ദൈവദാസന്മാരെ നീ കണ്ടിട്ടുള്ളൂ. ജീവിക്കുന്ന ദൈവദാസന്മാരുണ്ട്, ഇതൊന്നും കീഴ്പ്പെടാത്ത ദൈവദാസന്മാർ. അവരാർക്കേ കീഴ്പ്പെടത്തുള്ളൂ? യേശു ക്രിസ്തുവിനെ മാത്രമേ കീഴ്പ്പെടത്തുള്ളൂ. അവർ യേശുവിനെ മാത്രമേ ഭയപ്പെടുത്തുള്ളൂ. അവർ യേശുവിന് മാത്രമായി ഇറങ്ങിത്തിരിക്കുന്ന ജീവിക്കാൻ. അവർ യേശുവിന് അവര് പ്രാധാന്യം കൊടുക്കുന്നത്. അല്ലാതെ ഇവരെ പൊക്കാനല്ല, ഇവരെ ഉയർത്താനല്ല യേശു എന്നെ വിളിച്ചിരിക്കുന്നത്. പലർക്കും ദൈവം കൊടുത്തിരിക്കുന്ന ശുശ്രൂഷ അല്ലെങ്കിൽ ദൈവം കൊടുത്തിരിക്കുന്ന കൃപാവരങ്ങൾ അറിയത്തില്ല. സ്തോത്രം എന്ന് പറഞ്ഞാൽ സ്തോത്രം സ്തോത്രം. ഇലക്ഷനെ പ്രവചിക്കാനല്ല കർത്താവ് നിന്നെ വിളിച്ചേ, ഊതു പറയാനല്ല ദൈവം വിളിച്ചേ, അവന്റെ വോട്ടിന്റെ എണ്ണം പറയാനല്ല ദൈവം വിളിച്ചേ. നീ ആരെന്നാ നീ തിരിച്ചറിയുക, നീ എന്തെന്ന് തിരിച്ചറിയുക. നീ പാപം വെളിപ്പെടുത്തി കൊടുക്കാനാണ് നിനക്ക് പ്രവചനം തന്നിരിക്കുന്നത്. നിന്റെ ഫ്രണ്ട് വരുന്നവന്റെ പാപത്തെ വെളിപ്പെടുത്തി കൊടുക്കാനാണ് ദൈവം പ്രവചനം തന്നിരിക്കുന്നത്. അതിനുവേണ്ടി പ്രവചനം ഉപയോഗിക്കുക. അതാണ് ആരാഗ്രഹിക്കുന്നത്? സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നത്. അല്ലാതെ വരുന്നവന്റെ വലിപ്പം കണ്ടിട്ട് അവനെ സൂപ്പിക്കാനല്ല നിനക്ക് തന്നിരിക്കുന്നത്. നിന്നെ ജ്യോത്സ്യനായിട്ടല്ല ദൈവം വിളിച്ചിരിക്കുന്നത്, കബഡി നിർത്തുന്നവനായിട്ടല്ല വിളിച്ചിരിക്കുന്നത്, അവൻ പോകുന്ന പോലെ പോകാനല്ല ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്. നീ ജീവനുള്ള ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയവനാ, നീ ജീവനുള്ള ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ ഇറങ്ങിയവനാ, ജീവനുള്ള ദൈവത്തിന് വേണ്ടി മരിക്കാൻ തയ്യാറാണവനാ. എതിനു വേണ്ടിയ കർത്താവ് നിന്നെ വിളിച്ച് ആ വിളിയെ തെരഞ്ഞെടുപ്പിനെയാ ആദ്യ ദൈവമക്കൾ എന്ത് ചെയ്യുന്നത്? അറിയണം. സ്തോത്രം. എലീശ പറയുക, അവനെ എന്റെ അടുത്ത് അയക്കുക, നീ ഇതിനകത്ത് ഭാരപ്പെടണം, അവരൊന്ന് അറിയട്ടെ ദേശത്ത് ജീവിക്കുന്ന ദൈവദാസന്മാർക്ക്. ഞാനിങ്ങനെ പ്രസംഗിക്കുമ്പോൾ പലരും എനിക്കെതിരാ, പക്ഷെ ജീവിക്കുന്ന ഉണ്ടെന്ന് കുറച്ചു പേര് അറിയട്ടെ. കാണുന്ന പൈസ കാണിക്കുമ്പോഴും കവറ് കാണിക്കുമ്പോഴും അല്ലെങ്കിൽ കാണുന്നിടത്ത് വിളിച്ച് ഫുഡ് തരുമ്പോഴും പോവാത്ത ദൈവദാസന്മാരും ഉണ്ടെന്ന് തിരിച്ചറിയണമല്ലോ. കേൾക്കുന്നവര് പറയാൻ പറ്റണമല്ലോ, ദാ ജീവിക്കുന്നവരുണ്ട്, അവരെ ഒന്ന് വിളിച്ചു നോക്ക്, അവർ വരത്തില്ല. അങ്ങനെ വരാത്ത അനേകം ദൈവദാസന്മാർ ഇന്നും നമ്മളെ മധ്യയിലുണ്ട്. അതുകൊണ്ടാണ് ഇന്നും ക്രിസ്തീയ സഭ ഉയർന്നുകൊണ്ടിരിക്കുന്നത്, മാനിക്കപ്പെടുന്നത്. അല്ലാതെ ഇവന്മാരെ കണ്ടുകൊണ്ടല്ല മാനി. അവര് വലിയ പേരും പ്രസിദ്ധിയൊന്നും കാണത്തില്ല, പക്ഷെ അവർ ജീവിക്കും. ആർക്ക് വേണ്ടി? അവർക്ക് അറിഞ്ഞ വചനത്തിന് വേണ്ടി അവർ ജീവിക്കും, അവർ ദൈവത്തിന് വേണ്ടി നിൽക്കും. അതേപോലെ നമ്മളെ സഭയ്ക്കകത്ത് ആളൊന്നും കൂടുതൽ കുറയൊന്നും വേണ്ട. നമ്മളെ സഭയ്ക്കകത്ത് നമ്മൾ ജീവിക്കാൻ തയ്യാറാണോ? നിശ്ചയമായി നമുക്ക് ജീവന്റെ കിരീടം പ്രാപിക്കാം, ദൈവത്തിന്റെ നന്മ പ്രാപിക്കാം. ജീവന്റെ പുസ്തകത്തിൽ നമ്മളെ പേര് എഴുതപ്പെടും, നമ്മൾ കുടുംബോധി അനുഗ്രഹപ്പെടും. സ്തോത്രം. നയമാനെ ഞാൻ ഈ ഭാഗം ഒരുപാട് എടുത്തിട്ടുള്ള, എങ്കിൽ പോലും ഞാൻ ഒന്നും എഴുതിയതാ. സ്തോത്രം. ശുശ്രൂഷ ഇസ്രായേലിന്റെ രാജാവിന് അറിയത്തില്ല, പക്ഷേ അയൽ രാജാവിന് അറിയാം ഇവിടെ ഒരുത്തനുണ്ടെന്ന്. സ്തോത്രം. അതേപോലെ ദൈവമക്കളെ, നമ്മളെ കുടുംബക്കാർക്ക് അറിയത്തില്ലായിരിക്കാം, ബന്ധുമിത്രാദികൾക്ക് അറിയത്തില്ല, ദേശനിവാസികൾക്ക് അറിയത്തില്ല, പക്ഷേ അവരറിയപ്പെടുന്ന രീതിയിൽ ഒരു ദിവസം ദൈവം നമ്മളെ ഉയർത്തും. പക്ഷെ നമ്മളെ തേടി വരുന്ന ആരായിരിക്കും എന്നറിയോ? അവരേറ്റവും കൂടുതൽ ബഹുമാനം കൊടുത്ത് അവരേറ്റവും കൂടുതൽ മുഖ്യസ്ഥാനം വെച്ച ചിലവരായിരിക്കും നമ്മളെ തേടി വരുന്നത്. അവരെ പിടിക്കും. അപ്പോഴായിരിക്കും അവർക്ക് മനസ്സിലാവുന്നത്, അയ്യോ നമ്മളെ കൂട്ടത്തിൽ ഒരാളുണ്ടായിരുന്നു, ഇത്രയെല്ലാം കഴിവുള്ള ഒരാളുണ്ടായിരുന്നു. ആ രീതിയിൽ ആര് മാനിക്കും? ദൈവം മാനിക്കും. ദൈവവചനത്തിനകത്ത് എന്തോ പറഞ്ഞേക്കുന്നേ? പൊടിയിൽ നിന്ന്, ദരിദ്രനെ പൊടിയിൽ നിന്ന്, അവനെ കുപ്പയിൽ നിന്ന് അവനെ എവിടെ കൊണ്ടുവരും? പ്രഭുക്കന്മാരുടെ മധ്യയിൽ കൊണ്ടുവരുത്തും. അപ്പോഴറിയും, അയ്യോ ഇവൻ ഇതെല്ലാം ഉണ്ടായിരുന്നു, ഇവൻ ഇങ്ങനെയുള്ള കഴിവുള്ളവനായിരുന്നു, ഇവനെ നമുക്കറിയത്തില്ലായിരുന്നല്ലോ, പക്ഷെ ഇവനെ തേടി പല സ്ഥലത്തൊന്നും വരുന്നല്ലോ. ആര്? ഇവനൊന്ന് പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറയുന്നല്ലോ. ഇത്രയെല്ലാം കൃപയുള്ളവനായിരുന്നു.
എന്ന് മാനിക്കുന്ന രീതിയിൽ ആര് മാനിക്കും? ദൈവം മാനിക്കും. 23-ാം സങ്കീർത്തനകത്ത് എന്തു പറഞ്ഞേ? ശത്രുക്കൾ കാങ്ക നിനക്ക് മേശയൊരുക്കും. അവര് ചിന്തിക്കുന്നതിന് അപ്പുറത്തേക്ക് നിന്നെ ദൈവം കൊണ്ടുപോകും. അവർക്ക് ഫ്രണ്ടിൽ നിന്നെ മേശയൊരുക്കി മാനിക്കുന്ന ഒരു ദൈവമുണ്ട്, അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. ഇന്ന് നിന്ദിക്കുന്നവരും പരിഹസിക്കുന്നവരുടെ മധ്യയിൽ ദൈവം നിന്നെ ഉയർത്തും. പ്രൈസ് ദി ലോർഡ്. ദൈവം നിന്നെ മാനിക്കും. ദൈവത്തിന് ഒരാളെ ഉയർത്താനും താക്കാനും ഒറ്റ നിമിഷം മതി. ദൈവം നമ്മളെ താക്കാനല്ല വിളിച്ചിരിക്കുന്നത്. ഇന്ന് നീ താന്നു നിൽക്കുന്നെങ്കിൽ നിശ്ചയമായി ക്രിസ്തുവിന്റെ കരത്തിൽ നീ പിടിച്ചെങ്കിൽ നീ ഉയർത്തപ്പെടും, മാനിക്കപ്പെടും. സ്തോത്രം. അടുത്തത് സ്തോത്രം. കേട്ടോ, എലീശ ഇസ്രായേൽ രാജാവിന്റെ അടുത്തും എലീശയല്ല ഇറങ്ങിപ്പോകുന്നു. ആരെ വിട്ടു? ആളയച്ചു. ആ വാക്ക് എപ്പോഴും ചിന്തിക്കണം. ആളയച്ചു. ഇനി വിടാൻ പറഞ്ഞു. നയമാനെ കണ്ട് ഇസ്രായേൽ രാജാവ് മുട്ടിടിച്ചു. അപ്പോൾ അതുകൊണ്ട് ആ വസ്ത്രമെല്ലാം ഗതികളഞ്ഞു എന്ന് പറഞ്ഞാൽ പേടിച്ചു. അതാ ദൈവപുരുഷന്റെ അടുത്തേക്ക് നയമാൻ വന്നിട്ട് നയമാനെ കാണാൻ വേണ്ടി ആരും വരുന്നില്ല. ദൈവപുരുഷൻ വരുന്നില്ല. ദൈവപുരുഷൻ അകത്തിരുന്നോണ്ട് പറയുക, അകത്തിരുന്ന് പറ, 7 വട്ടം പോയി ആ യോർദാനിൽ പോയി മുങ്ങിട്ട് വരാം. മുങ്ങിട്ട് വരാൻ. സ്തോത്രം. എലീശ കാണാൻ വരാനും എലീശ പറയുന്നില്ല, മുങ്ങിട്ട് വരാനാ പറഞ്ഞു. ഇതാണ് ദൈവത്തിന്റെ പവറുള്ള ദൈവദാസന്മാർ. ഇവരാരെ എന്ത് ചെയ്യത്തില്ല? പേടിക്കത്തില്ല. ഇസ്രായേൽ രാജാവ് പേടിച്ചു നയമാനൊക്കെ. നയമാന്റെ പേര് കേട്ടപ്പോഴേ പേടിച്ചു. പക്ഷേ ദൈവപുരുഷൻ എന്ത് ചെയ്തില്ല? പേടിച്ചില്ല. സ്തോത്രം. ഇസ്രായേൽ രാജാവ് വലിയ ആദരവോടാണ് നയമാനെ കൊണ്ട് ഇരുത്തിയത്. ഇവിടെ ആരും ആദരവുമില്ല. പുറത്ത് നിൽക്കൂ. ആരെ? നയമാൻ. പുറത്തോട്ട് ആരെ വിട്ടു? ആമേൻ. കൂട്ടുദാസനെ പറഞ്ഞു വിട്ടു. എന്ന് പറയാൻ പറ. അവൻ്റെ അടുത്ത് 7 വട്ടം പോയി യോർദാനിൽ പോയി മുങ്ങിട്ടു. സ്തോത്രം. ഇതേപോലുള്ള പവറാ, അധികാരമാണ് ദൈവമക്കളായി നമുക്ക് തന്നിരിക്കുന്നത്. നമ്മൾ തിരിച്ചറിയുക. നീ മുട്ടുട്ടി, നീ പലരുടെ ഫ്രണ്ടിൽ അപമാനപ്പെടുമ്പോ, പരിഹസിക്കപ്പെടുമ്പോ നീ തന്നെ പറയത്തില്ലയോ എന്നെ എല്ലാവരും കൈവിട്ടെന്ന്? ഒരിക്കലും പ്രിയ ദൈവമക്കളെ അങ്ങനത്തെ ഒരു വാക്ക് നീ ഉപയോഗിക്കല്ലേ. എന്നെ കൈവിടാനല്ല എന്റെ കർത്താവ് വിളിച്ചത്. ഈ നിന്ദിച്ചവരും പരിഹസിച്ചവരും മാനിക്കുന്ന രീതിയിൽ ഒരു ഉയർത്തുന്ന ദൈവത്തെ ഞാൻ ആരാധിക്കുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ എന്റെ ദൈവം എന്നെ പുറത്തു കൊണ്ടുവരും. എന്റെ ദൂതിന്റെ സമയമാകുമ്പോ, എന്റെ മേൽ കിടക്കുന്ന വാഗ്ദത്തത്തിന്റെ സമയമാകുമ്പോ, എന്നെ വിളിച്ചിരിക്കുന്ന വിളിയുടെ സമയമാകുമ്പോ, ദൈവം എന്നോട് പറഞ്ഞ പ്രോമിസിന്റെ സമയമാകുമ്പോ, ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ പുറത്തു വരും. നിന്ദിക്കുന്നവരുടെ മുൻവിധിക്കുന്നവർ പരിഹസിക്കുന്നവരുടെ പിന്നിൽ അന്ന് ഞാൻ തലകുനിച്ചിരിക്കത്തില്ല. അന്ന് തലകുനിക്കാൻ ദൈവം എനിക്ക് ഇടവരുത്തത്തില്ല. അവരുടെ ഫ്രണ്ടിൽ എന്നെ മാനിക്കുന്ന രീതിയിൽ, അവരെല്ലാം ആദരിക്കുന്ന രീതിയിലേക്ക് എന്റെ സ്വർഗത്തിലെ ദൈവം കൊണ്ടുവരുന്ന ഒരു പകലുണ്ട്. എനിക്കൊരു ദിവസമുണ്ട്. എനിക്ക് ആ ദിവസം മുതൽ എന്റെ ദിവസമായിരിക്കും. ആ ദിവസം മുതൽ എന്റെ ഓട്ടം പിന്നിലോട്ടല്ല, മുന്നിലോട്ട് നോക്കിയായിരിക്കും ഞാൻ ഓടുന്നത്. ആ രീതിയിലേക്ക് സ്വർഗം എന്നെയും എന്റെ കുടുംബത്തെ അനുഗ്രഹിക്കും. ഇന്ന് പ്രിയ ദൈവത്തിലെ വിശ്വസിക്കുന്നുവെങ്കിൽ ഇന്ന് പല ദൈവത്തിന്റെ ആലോചന പറയുന്നു. ദൈവത്തിനെ മാനിക്കുന്ന ഒരു ദിവസമാണ്. ദൈവത്തിന്റെ കൃപ. പഠനപുസ്തകം വായിക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ബലം നൽകുന്ന, ശക്തി നൽകുന്ന ഒരു വ്യക്തിയാണ് എലീശ. സ്തോത്രം. നയമാൻ. ഈ വിഷയം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എത്ര പ്രസംഗിച്ചാലും എനിക്ക് തീരത്തില്ല. കാര്യം എന്തുവാ? എന്റെ ദൈവം സ്നേഹിക്കുന്ന അപ്പോഴാണ് എനിക്ക് പിന്നെ മനസ്സിലാക്കുന്നത്. എന്റെ ദൈവം എന്നെ പകർന്നിരിക്കുന്നത് അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഞാൻ ഒറ്റപ്പെട്ടെന്ന് തോന്നുന്ന സമയത്ത്, ഞാൻ പ്രയാസപ്പെടുന്ന സമയത്ത്, എന്നെ തള്ളിക്കളഞ്ഞ സമയത്ത്, നീ ഒന്നും അല്ലെന്ന് പറയുന്ന സമയത്ത്, ഇതാ എനിക്ക് പുറത്തു കൊണ്ടുവരുന്നത്. ഈ ദൂത എന്നെ പുറത്തു കൊണ്ടുവരുന്നത്. കാര്യം ദൈവത്തിന്റെ ഒരു പദ്ധതി വലുതാ. ദൈവം പറഞ്ഞിട്ടുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. അതിന്റെ ഏറ്റവും വലിയ തെളിവാ നിന്ദിക്കുന്നവരെ, പരിഹസിക്കുന്ന, ഒറ്റപ്പെടുത്തുന്നവരുടെ മധ്യയിൽ മാനിക്കുന്ന ഒരു കർത്താവ്. സ്തോത്രം. അടുത്ത വാക്യം വായിക്കാം, പെട്ടെന്ന് വായിക്കാം. സ്തോത്രം. കണ്ടോ? നയമാൻ ഓർത്തെന്ത് ചെയ്തു? ഇവർ ഓടി വന്ന് ഇസ്രായേൽ രാജാവ് എന്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന പോലെ വന്ന് ബഹുമാനിച്ച്, സ്തോത്രം, തലയിലെല്ലാം തൊട്ട്
ആട്ടി അമികാലൊരു ചേട്ടാന്നെല്ലാം പറഞ്ഞ് അമികാലൊരു സ്നേഹിച്ചെല്ലാം വിടുവന്നു. സ്തോത്രം. അത് ആർക്കും ഇഷ്ടപ്പെട്ടില്ല. സ്തോത്രം. ഇന്ന് പ്രിയ മക്കളെ, ഈ പറയുന്ന അധികാരിയുടെ പുറത്ത് നിന്ന് ചുറ്റിക്കോണം. അതിനപ്പുറത്തോട്ട് കേട്ടത് ഇത് ദൈവസഭയാണ്. ഇത് കർത്താവിനെ ഭയപ്പെടുന്ന സഭയാണ്. കർത്താവിനെ സ്വീകരിക്കേണ്ട സ്ഥലമാണ്. കർത്താവ് വിടുവിക്കേണ്ട സ്ഥലമാണ്. കർത്താവിന് കൊടുക്കേണ്ട വില കൊടുക്കേണ്ട സ്ഥലമാണ്. ഇവിടെ കൊണ്ടുവന്ന് മറ്റുള്ളവന് വില കൊടുക്കാൻ നിൽക്കല്ലേ. അമികാല സ്തോത്രം. മാമോനെ കൊണ്ടുവന്ന് ഉയർത്താൻ നിൽക്കല്ലേ. ഇത് യേശു ക്രിസ്തു തന്നിരിക്കുന്ന സ്ഥലമാണ്. ഇവിടെ ആരെ ഉയർത്താവൂ? യേശുവിനെ ഉയർത്താവൂ. ആളുണ്ടെന്നോ ഇല്ലെന്നോ അല്ല. എവിടെയും നീ എഴുതി നിൽക്കുന്നിടത്ത് ഉയർത്തേണ്ടത് ആരെയാ? യേശുവിനെ. സ്തോത്രം. നൈമാന് ദേഷ്യം വന്നു. നൈമാൻ നോക്കിയപ്പം പുറത്തു വന്നില്ല. രാജാവ് ഒന്നുപോലെ ഒന്നും വന്നില്ല. ഇത് അധികാരമുള്ള നമ്മൾ ഒരുത്തനെ സ്തോത്രം സ്തോത്രം. കർത്താവ് ദൈവവചനത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത് നീ ഒറ്റ ഒരാളെ ബഹുമാനിക്കാവൂ. ആരെയാ? ക്രിസ്തുവിനെ അല്ലാതെ വേറെ ആരെ അല്ലാതെ നീ കാണുന്നവനെ എല്ലാം സ്തോത്രം കൈകൂപ്പി ബഹുമാനിച്ച് അതൊന്നും അല്ല ബഹുമാനം. നീ അവന് കീഴ്പ്പെടണ്ട. നീ ആർക്കുള്ളവനാണ്? ദൈവത്തിനുള്ളതാണ്. നീ ആരെ ഭയപ്പെടാവും? അതുകൊണ്ടാ പറഞ്ഞ നെഹെമ്യാവ് രാജാവിന്റെ ബിംബം ഉണ്ടാക്കിയിട്ട് ശത്രുക്കൾ കബോനഗോവിന്റെ അടുത്ത് ഒന്ന് പോയി നമസ്കരിച്ചാൽ മതിയായിരുന്നു. അവർ നമസ്കരിച്ചോ? അവര് പറഞ്ഞു ഞങ്ങളുടെ പിതാക്കന്മാരെ അറിയുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ അല്ലാതെ വേറെ ആരെയും ഞങ്ങൾ നമസ്കരിക്കത്തില്ല. ആ വചനം പറഞ്ഞിരിക്കുന്നത് ഇതിനെ നമസ്കരിച്ചുകൂടാണ് ബിംബങ്ങളെ. സ്തോത്രം. അവരവിടെ രാജിക സുഖം അനുഭവിച്ചുകൊണ്ടിരിക്കുക. കൂട്ടക്കാര് മൊത്തം കഷ്ടപ്പെടുമ്പോഴും ഇവർക്ക് രാജിക സുഖമൊന്നും അല്ല ഇവർ നോക്കുന്നത്. ഇവരെ പഠിച്ചിരിക്കുന്ന പ്രമാണം ഇതേ. ഈ കാഴ്ചപ്പാടായിരിക്കണം പുതിയ നിയമസഭയ്ക്കകത്ത് ദൈവമക്കൾക്ക് വേണ്ടത്. ഇന്ന് ഈ കാഴ്ചപ്പാടാ പുതിയ നിയമസഭയ്ക്കകത്ത് ദൈവമക്കളിൽ നിന്ന് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത്. ദൈവം ഉയർത്തുന്നത് അവിടെ ദൈവത്തെ അല്ല ഉയർത്തുന്നത്. ആരെ ഉയർത്തുന്നത്? കണ്ട മാനുഷിക മാമോനെയും മറ്റ് ലോകത്തെ സ്വീകരിക്കുന്നവനെയും ഉയർത്തുന്നത്. അപ്പൊ ദൈവത്തിന് ഇഷ്ടപ്പെടുവോ? സ്തോത്രം. നയമാന് ഭയങ്കര വിഷമം തോന്നി. എന്തുവാ നയമാന്റെ ചിന്ത? എന്തുവായിരുന്നു? വന്ന് സ്വീകരിക്കുന്ന. സ്തോത്രം. പക്ഷെ നയമാന്റെ കൂടെ വന്നവന് വെളിപ്പാടുള്ളത്. അവൻ പറഞ്ഞു, എന്തു പറഞ്ഞു? യജമാനെ, ആ ദൈവപുരുഷൻ ഇതല്ലാതെ വേറെ എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ നിങ്ങൾ ചെയ്യത്തില്ലായിരുന്നു. നിങ്ങളെ അകത്ത് കയറ്റി സ്വീകരിച്ച് മുട്ട് മടക്കാൻ പറഞ്ഞാൽ നിങ്ങൾ മുട്ട് മടക്കും. സ്തോത്രം. ആ ദൈവവാസം കൈ ഉയർത്താൻ പറയുമ്പോൾ സ്തോത്രം കൈ ഉയർത്തും. ഇതെല്ലാം നിങ്ങൾ ചെയ്തത്. ഇതേപോലൊരു കാര്യമായിട്ട് ഇതിനെ കണ്ടാൽ മതി. ഞാൻ പറയുക അവന്റെ ഭാഷയെ ഞാൻ സംസാരിക്കും. ഇങ്ങനല്ല പറയുന്നത്, ചൂടും സിമ്പിളായിട്ടാ പറഞ്ഞത്. എങ്കിലും ഞാൻ പറയുക ഇതെല്ലാം ചെയ്യുമായിരുന്നല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് സ്തോത്രം ആ വെള്ളത്തിൽ മുങ്ങാൻ പറഞ്ഞപ്പോ എന്താ? അപ്പോഴും പുള്ളിയുടെ ഈഗോയാണ്. എന്തുവാ? അവൻ പുറത്ത് ശക്തിയോളം പുറത്ത് വരത്തില്ല. അവൻ നിന്റെ കാല് പിടിക്കാൻ വരത്തില്ല. അവന് നിന്റെ ഒന്നും വേണ്ട. അവന് വേണ്ടതല്ല ആര് കൊടുത്തോളും? കർത്താവ് കൊടുത്തോളും. സ്തോത്രം. മുങ്ങാൻ പറഞ്ഞു. അത് കേട്ടപ്പോ നൈമാൻ ഒരു കുറ്റബോധം ഉണ്ടായി. ശരിയാണല്ലോ, 7 വട്ടം മുങ്ങി. ഞാൻ പറയാം, 1 മുതൽ 7 വട്ടം വരെ മുങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും നയമാൻ ഇതായിരിക്കും ചിന്തിക്കുന്നത്. ഒന്നും മാറിയില്ലല്ലോ. ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് അങ്ങോട്ട് പോയി ചോദിക്കാൻ. പക്ഷെ 7ാമത്തെ വട്ടമായപ്പോ അമികാലൊരു ഒരു ബാലന്റെ ശരീരം പോലെ സ്വന്തം ഒരുവൻ ജനിച്ച് എഴുന്നേൽക്കുന്നവന്റെ ശരീരം പോലെ ഒരു പാടോ ഒരു പ്രയാസവും ഇല്ലാത്ത രീതിയിൽ സൗഖ്യത്തോടെ പുറത്തു പോകും. നയമാൻ ഈ പ്രവാചകനെ ഏറ്റെടുത്ത് നയമാൻ നേരെ തിരിച്ചു വന്നു. പ്രവാചകന്റെ അടുത്ത് എന്ന് പറഞ്ഞു. ഉടനെ തന്നെ നയമാൻ പറയുന്നുണ്ട്, ഞാനൊരു പാപം ചെയ്യുന്നുണ്ട്, എനിക്കൊരു കുറവുണ്ട്. നീ പറയുന്ന എല്ലാം കേൾക്കാം, പക്ഷെ എനിക്കൊരു കുറവുണ്ട്. കാര്യം രാജാവ് ക്ഷേത്രത്തിൽ പോകുമ്പോൾ എനിക്കതിന്റെ പടനായകനായതുകൊണ്ട് അല്ലെങ്കിൽ രാജാവിനോടൊപ്പം നിൽക്കേണ്ട വ്യക്തിയായതുകൊണ്ട് എനിക്കും അവിടെ പോകേണ്ടി വരും. പക്ഷെ ഞാൻ എന്നെ നമസ്കരിക്കത്തില്ല. രാജാവിനോടൊപ്പം പോയി നിൽക്കും. അതിനകത്ത് എന്നോട് തെറ്റൊന്നും കാണാൻ. ഞാൻ മിലിറ്ററിക്കാരനാണ്. അമ്പലത്തിന്റെ ഫ്രണ്ടില് എനിക്ക് പോയി സ്കോഡ് നിൽക്കണമെങ്കിൽ നിന്നേ പറ്റൂ. പോലീസുകാരനാണ്, നിന്നേ പറ്റൂ എന്ന് പറഞ്ഞാൽ അതിനെ സ്വീകരിക്കാൻ പോകുന്നില്ല. എന്റെ ജോലിയാണ്. നിയമം കുഴപ്പമില്ല എങ്കിൽ ഈ സ്ഥലത്തു നിന്ന് ഞാൻ 2 ചാക്ക് മണ്ണ് എടുത്തോണ്ട് പോകട്ടെ. ഇത് വിശുദ്ധ സ്ഥലമാണ്. എന്തുവാ നേരത്തെ ഞാൻ പറഞ്ഞ എന്തുവാന്നറിയാമോ? ഇതിലും വലിയ കുളം എന്റെ നാട്ടിലുണ്ടെന്ന് പറഞ്ഞവൻ പറയുക. അവിടുത്തെ മണ്ണെങ്കിലും എനിക്ക് കൊണ്ടുപോകട്ടെ. എന്നിട്ട് ഈ സമ്മാനം മൊത്തവും ആരെടുത്ത് കൊണ്ടുകൊടുത്ത്? എലിശ എടുത്ത് കൊണ്ടുവച്ചു. എലിശ പറഞ്ഞു, ഇതെല്ലാം കൊണ്ടുപോകണം. ഇതെല്ലാം കൊണ്ടുപോക്കണം. എത്ര? 60 ശക്കൽ പൊന്ന്. വിടാൻ പറ്റുമോ? എപ്പം കമന്നു വീണെന്ന് ചോദിച്ചാൽ മതി. സ്തോത്രം. ഇന്നത്തെ ശുശ്രൂഷന്മാരെന്ന് എപ്പം കമന്നു വീണെന്ന് ചോദിച്ചാൽ 60 ശക്കലോ ഗ്ലോറി എന്ന് പറഞ്ഞ് കാത്തുകൊണ്ട് വെക്കും. പ്രൈസലോ. പക്ഷെ അത് വേണ്ട. പണം വേണ്ട, സമ്പത്ത് വേണ്ട, ഒന്നും വേണ്ട. പ്രൈസലോ. പക്ഷേ എലിശയുടെ കൂടെ ഒരു ഇരിപ്പുണ്ടായി. ഇവൻ ഇതെല്ലാം വേണം. ഇവ എന്ത് ചെയ്തു?
എലീശ ഇവനെ പറഞ്ഞെല്ലാം വിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ എലീശ പ്രവേശിച്ചു. അവൻ എന്ത് കിട്ടി? അവന്റെ ശരീരത്തുമായ കുഷ്ഠം അവൻ പ്രാപിക്കുന്നു. ഇന്ന് പല ദൈവദാസന്മാരും അവമാനപ്പെടുന്നതിന്റെ കാര്യമില്ല. ജീവിക്കുന്ന ദൈവദാസ, നീ അവമാനപ്പെടുന്നത്, നീ അവമാനപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇരട്ടി ശക്തിയോട് ആരും പുറത്തു കൊണ്ടുവരുന്നു. ഇന്ന് പ്രിയ ദൈവമക്കൾ, നിങ്ങൾ ക്രിസ്തുവിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ, കുടുംബക്കാരുടെ മധ്യയിൽ, നാട്ടുകാരുടെ മധ്യയിൽ നിങ്ങൾ എവിടെങ്കിലും അവമാനപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ ദൈവത്തിന്റെ ദൂത് വിളിച്ചു പറയുക, 7 ഇരട്ടിയായിട്ട് ദൈവം അനുഗ്രഹത്തോട് പുറത്തു കൊണ്ടുവരും. നീ ഒരു വട്ടം അപമാനപ്പെട്ടെങ്കിൽ 7 ഇരട്ടി അനുഗ്രഹത്തോടെ നിന്നെ ദൈവം പുറത്തു കൊണ്ടുവരും. ആ പുറത്തു കൊണ്ടുവരുന്ന കർത്താവിനെ നീ വിളിക്കുന്നത്, ആ കർത്താവിനെ നീ ആരാധിക്കുന്നത് എന്ന് പകലോർത്തോ. പാപം ധരിച്ച് മോഹത്താൽ പാപം പ്രസവിക്കുന്നു, പാപം മരണത്തിലേക്ക് കൊണ്ടുപോകുന്നു. അതൊരിക്കലും ജീവകിരീടത്തിലേക്കല്ല. പാപം ചെയ്യുന്നവനല്ല ജീവകിരീടം. നീതിയോട് ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവനാ ജീവകിരീടം പ്രാപിക്കുന്നത്. എങ്കിൽ ഇന്ന് പകൽ ദൈവത്തിന്റെ ആലോചന വിളിച്ചു പറയുന്ന പ്രിയ ദൈവമക്കളെ, നിങ്ങൾ വിശ്വസിക്ക്. ഇന്ന് ജീവകിരീടം പ്രാപിക്കുന്ന ഞങ്ങൾ ഒരിക്കലും പാപത്തിൽ തള്ളിയിടാൻ പറ്റത്തില്ല. അനുഗ്രഹം പ്രാപിക്കാതെ ഞങ്ങൾ തള്ളപ്പെട്ടു പോകില്ല. ഞങ്ങൾ ജീവകിരീടം പ്രാപിക്കേണ്ടവരാ. അനുഗ്രഹത്തോട് പുറത്തു കൊണ്ടുവരും. ദൈവത്തിന്റെ സകല അനുഗ്രഹങ്ങൾ പകൽ വെളിപ്പെടട്ടെ. ഓരോ കുടുംബത്തോടും ദൈവത്തിന്റെ ദയ ഉണ്ടാവട്ടെ. ഓരോ കുടുംബത്തോടും ദൈവത്തിന്റെ കരുണ ഉണ്ടാവട്ടെ. വിശ്വസിക്ക്. ആ ദൂതുകൾ കൈമാറട്ടെ. കേട്ട ദൈവത്തിന്റെ വചനം നിവർത്തിയാവട്ടെ. കേട്ട ദൈവത്തിന്റെ ദൂതുകൾ നിവർത്തിയാവട്ടെ. അധികാരത്തോട് ശക്തിയോട് പ്രാർത്ഥിക്കുന്ന ദൈവജനമേ, ഇത് നിശ്ചയമായ അനുഗ്രഹത്തോട് പുറത്തു. കർത്താവിന് വേണ്ടി നിൽക്കുന്ന ദൈവമല്ല, കർത്താവിന് വേണ്ടി ഉറപ്പുള്ള ദൈവമല്ല, ഒരിക്കലും നശിച്ചു പോകുന്നില്ല. ഇന്ന് പകല ദൈവത്തിന്റെ വാക്തത്വം ദൂതും നന്മയും അനുഗ്രഹവും പ്രാപിക്കട്ടെ. ആ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ പ്രാപിക്കട്ടെ. ഇന്ന് പകലിനെ നിന്ദിച്ചവരുണ്ടാവാം, പരിഹസിച്ചവരുണ്ടാവാം, അപമാനിച്ചവരുണ്ടാവാം. ഇന്ന് പകലിന് പൂർണ്ണ ഹൃദയത്തോട് ദൈവത്തിന് ഏൽപ്പിച്ചോ. ആ ദൈവത്തിന്റെ ദൂതത്തിന്റെ കുടുംബത്തിനകത്ത് നിവർത്തിയാവാൻ പോവുക. ആ ദൈവത്തിന്റെ ആലോചന നിവർത്തിയാവാൻ പോവുക. നിന്നെ പരിഹസിച്ചവരും നിന്ദിച്ചവരും അപമാനിച്ചവരും മുൻപിരിച്ചവരുടെ മധ്യയിൽ ഇന്ന് കർത്താവ് തന്നെ ഉയർത്താൻ പോ. വിശ്വസിക്കുന്നുവെങ്കിൽ ആ ദൈവത്തിന്റെ മഹത്വം പ്രാപിക്കും. എല്ലാ ദൈവമക്കൾക്ക് വേണ്ടിയേക്കാം പ്രാർത്ഥിക്കാം. കർത്താവിന്റെ പാദപീഠത്തിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ഇന്ന് പകൽ ഓരോ കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ വിശ്വാസത്തോടെ ഇന്ന് പകൽ പ്രാർത്ഥിച്ചു. ആ ദൈവത്തിന്റെ ദൂത് വെളിപ്പെടാൻ പോവുക. നിങ്ങൾ നിൽക്കുന്ന മധ്യേ ഇന്ന് നിങ്ങൾ പൂർണ്ണമായ ദൈവസ്ഥലിലേക്ക് നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. ഇന്ന് പകൽ ആ ദൈവത്തിന്റെ ദൂത് വെളിപ്പെടട്ടെ. ആ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ വെളിപ്പെടട്ടെ. ആ ദൈവത്തിന്റെ കൃപയെന്ന് പകൽ വെളിപ്പെടട്ടെ. ഓരോ കുടുംബത്തിലേക്ക് ആ ദൈവത്തിന്റെ കൃപ വെളിപ്പെടട്ടെ. കർത്താവേ, കർത്താവേ, ഇന്ന് രോഗിയായിരിക്കുന്ന ആ മിഹല ചിന്താമണിയായിരിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ വിടുതൽ ആ ശരീരത്തിനകത്ത് ഉണ്ടാവട്ടെ. ആ ശരീരത്തിനകത്ത് ഉറപ്പുണ്ടാവട്ടെ. ആ ശരീരത്തിനകത്ത് അത്ഭുതം സംഭവിക്കട്ടെ. ആ സഭ ദൈവത്തിന്റെ അത്ഭുതം ആദ്യമേ വെളിപ്പെടട്ടെ. ആ ദൈവത്തിന്റെ ദൂത് വെളിപ്പെടട്ടെ. ദൈവത്തിന്റെ നന്മ വെളിപ്പെടട്ടെ. ആ ദൈവത്തിന്റെ അനുഗ്രഹം വെളിപ്പെടട്ടെ. കർത്താവേ, അവിടെ സൗഖ്യം. കർത്താവിന്റെ കരം അവിടെ തൊടട്ടെ. അവിടെ ഹീലിംഗ് നടക്കട്ടെ. സൗഖ്യം നടക്കട്ടെ. ദൈവത്തിന്റെ സൗഖ്യം നടക്കട്ടെ. ദൈവം ആദ്യമേ സൗഖ്യം